Hi all, welcome back to Varanda Race Malayalam YouTube channel. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ ഒരു സീരീസ് ഓഫ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇടയിൽ ഒരു ബ്രേക്ക് വന്നെങ്കിലും ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് ആ ടൈം ലൈൻ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെ ആയിരുന്നു? സ്റ്റോൺ ഏജിലായിരുന്നു അല്ലേ? സ്റ്റോൺ ഏജ് കഴിഞ്ഞ് നമ്മൾ ഇൻഡസ് വാലി നോക്കി, അതിനുശേഷം എന്താണ് വേദിക് ഏജ് നോക്കി, അതിനുശേഷം മൗര്യൻ എംപയർ നോക്കി, പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റീസ് നോക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഘം ഏജ് വരെയാണ് നോക്കിയത്. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്? ഏൻഷ്യൻ്റെ നമുക്ക് 2 എംപയേഴ്സ് ആണ് പഠിക്കുള്ളത്. ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യം ഏതാണ് വരുന്നത്? മൗര്യൻ എംപയർ. അത് നമ്മൾ ക്ലാസ് കഴിഞ്ഞു. ഇനി വരുന്ന വലിയൊരു എംപയർ ഏതാണ്? ഗുപ്ത എംപയർ. അപ്പൊ ഗുപ്ത എംപയറൂടെ കഴിഞ്ഞാൽ എന്താണ് ഏൻഷ്യന്റ് കാലഘട്ടത്തിലെ വലിയ എംപയേഴ്സ് ഒക്കെ തീരെയാണ്. അപ്പൊ ഗുപ്ത എംപയറും നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ടൈം ലൈൻ ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്താണ് ഏൻഷ്യന് നമ്മൾ നിർത്തണമെങ്കിൽ ഏത് ഡൈനാസ്റ്റി നിർത്തുക എന്നാണ് പറഞ്ഞത്? ഹർഷവർദ്ധന ഡൈനാസ്റ്റി. അപ്പൊ നമ്മൾ ആ 2 ടോപ്പിക്സ്, അതായത് ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഇത്. ഇതിനുശേഷം ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് ഇതുവരെ SSCക്കും റെയിൽവേക്കും വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും കമ്പൈൽ ചെയ്ത് ഒരു PYQ സെഷൻ, അതായിരിക്കും ഇതിന്റെ ഫൈനൽ ക്ലാസ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സുകൾ ഫുള്ള് നിങ്ങളൊന്ന് കണ്ടു തീർത്തിട്ട് ആ PYQ സെഷനൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പഠിച്ച ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ഓവർവ്യൂവും പിന്നെ എന്താണ് എക്സാംസ് എന്താണ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും പറ്റും. ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും SSCയുടെ പുതിയ കലണ്ടർ, ഈ വർഷത്തെ എന്താണ് CGLന്റെ കലണ്ടർ, CHSLന്റെ കലണ്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. CGL നമ്മൾ നോക്കുകയാണെങ്കിൽ മാർച്ചിലായിരിക്കും നോട്ടിഫിക്കേഷൻ. നമുക്ക് എക്സാം വരുന്നത് മെയ് ജൂണിലായിരിക്കും. പ്രോബബ്ലി മെയിൽ കാണുമായിരിക്കും. അപ്പൊ നമുക്ക് അധികം മാസങ്ങളില്ല, 3-4 മാസം കൂടെ ഉള്ളൂ എന്താണ് കോൺക്രീറ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ തുടക്കത്തിൽ നിങ്ങൾ GK ഒന്ന് സെറ്റ് ചെയ്ത് ഒതുക്കി വെക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടൈമിൽ മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുന്നത് ഓൾറെഡി നിങ്ങൾക്ക് എന്താ ബേസ് ഉള്ള GKയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ബോണസ് പോയിന്റ്സ് ഒക്കെ കൂട്ടി നമുക്ക് എന്താണ് റാങ്ക് മേക്കിംഗ് പോയിന്റ് ആയിട്ടുള്ള പാർട്ടുകളാണ് GK ഇംഗ്ലീഷ് ഒക്കെ. അപ്പൊ തുടക്കത്തിൽ അതിന്റെ ബേസ് ഒന്ന് സെറ്റ് ഈ മാസങ്ങൾ ജനുവരി ഫെബ്രുവരിയിൽ നിങ്ങൾ ആ ബേസ് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേന് ചെയ്തിട്ട് നല്ലൊരു മാർക്ക് GKയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യമേ എന്താണ് നമുക്കറിയാം മൊത്തം GK SSCയെ ബേസ് ചെയ്ത് റെയിൽവേ ബേസ് ചെയ്തിട്ടാണെങ്കിലും GK വരുന്ന എന്താണ് മെയിനായിട്ട് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പൊളിറ്റി, പിന്നെ സയൻസിൻ്റെ അകത്ത് എന്താണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ സ്റ്റാറ്റിക് GK കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ്. അപ്പൊ നിങ്ങൾ മെയിൻ പോർഷൻസ് ഒക്കെ എന്താണ് ഒന്ന് കവർ ചെയ്ത് ബേസ് ഈ ഒരു മാസങ്ങളിൽ, ഈ 1-2 മാസങ്ങളിൽ ബേസ് ഒരു ഓവർവ്യൂ ഉണ്ടാക്കി വെക്കുക. പിന്നെ എന്താണ് മാർച്ച് ഏപ്രിലിൽ മോക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് അപ്പൊ ആ എക്സ്ട്രാ പോയിന്റ്സ് ആയിരിക്കും ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ക്ലാസ്സുകൾ ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം ക്ലാസ്സുകളും ആദ്യം തൊട്ട് കാണുമ്പോൾ ഈ ഒരു ക്ലാസ് ആകുമ്പോഴത്തേനും എന്താണ് ഏൻഷ്യന്റിന്റെ എന്തായാലും കറക്റ്റ് ഒരു ഓവർവ്യൂ കിട്ടും. അടുത്തൊരു PYQ ഡിസ്കഷൻ ആകുമ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് വേണ്ട എന്താണ് ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് വരുന്നതെന്ന് മനസ്സിലാവും. അതുകൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്താണ് മിഡീവൽ ബാക്കി അടുത്ത ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി ഒക്കെ നോക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഏൻഷ്യന്റിൽ ലാസ്റ്റ് വരുന്ന ഡൈനാസ്റ്റി ഏതാണ്? ഗുപ്ത ഡൈനാസ്റ്റി അല്ലെ ഗുപ്ത എംപയർ ആണ്. നമ്മൾ ടൈം ലൈൻ നോക്കിയപ്പോൾ അറൗണ്ട് 300 AD സമയത്താണ് എന്ത് വരുന്നത്? ഗുപ്ത ഡൈനാസ്റ്റി വരുന്നത്. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ വരുന്നത് ഹർഷവർദ്ധന ഡൈനാസ്റ്റിയിൽ നമ്മൾ മൊത്തം നോക്കുന്ന എക്സാം സ്പെസിഫിക് ആയിട്ടാണ്. അപ്പോൾ 1-2 എന്ന് ഫാക്ച്വൽ ആയിട്ട് ഓരോ രാജാക്കന്മാർ ഇമ്പോർട്ടന്റ് എന്നാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ടോ? ഹർഷവർദ്ധനയിൽ തന്നെ ഹർഷവർദ്ധനയുടെ റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വന്ന ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗുപ്തയുടെ ആണെങ്കിലും ഇമ്പോർട്ടന്റ് റൂളേഴ്സ്, അവർക്ക് എന്തെങ്കിലും ടൈറ്റിൽ ഉണ്ടോ, അവരെന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ, ആ കാര്യങ്ങളായിരിക്കും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഗുപ്ത ഡൈനാസ്റ്റിയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗം വരുന്നത് ഗുപ്ത ഡൈനാസ്റ്റി അറൗണ്ട് നിങ്ങൾക്ക് എന്താ അറിയാം ഒരു 300 AD സമയത്ത് 250 അല്ലെ 300 AD സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മൗര്യൻസിന്റെ എന്താണ് ഒരു വീഴ്ചയ്ക്ക് ശേഷം 2 രീതിയിലുള്ള സക്സസേഴ്സ് ആണ് വന്നത്, നേറ്റീവ് സക്സസേഴ്സും ഫോറിൻ സക്സസേഴ്സും. അതിനുശേഷമാണ് ഗുപ്ത എന്ന് പറയുന്ന ഒരു വലിയ സാമ്രാജ്യം വരുന്നത്. അപ്പൊ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ശ്രീഗുപ്തയാണ്. ഫൗണ്ടർ വരുന്നത് ശ്രീഗുപ്ത. അപ്പൊ ഗുപ്ത ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീഗുപ്തയാണ് വരുന്നത്. ഓക്കെ, ശ്രീഗുപ്ത വൈശ്യ ക്ലാനിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അദ്ദേഹം ഭരിച്ച കാലഘട്ടമാണ് 240 മുതൽ 280 AD. അദ്ദേഹത്തിനുണ്ടായിരുന്ന ടൈറ്റിൽ ആയിരുന്നത് മഹാരാജ. അപ്പൊ ശ്രീഗുപ്ത അത്ര പ്രൊമിനന്റ് ആയിട്ട് എന്താണ് വലിയ കോൺട്രിബ്യൂഷൻസോ കാര്യമോ എക്സാം സ്പെസിഫിക് പോയിന്റിൽ നമുക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീഗുപ്ത കഴിഞ്ഞ് വരുന്ന നമുക്ക് എന്താണ് മെയിൻ റൂളേഴ്സിനെയാണ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കണ്ടേ. ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ഗുപ്ത ഡൈനാസ്റ്റിയുടെ ആരാണ്? വെറും ഫൗണ്ടറിന് മാത്രമാണ് ചോദ്യമെങ്കിൽ ആരാണ്? ശ്രീഗുപ്തയാണ്. ഏത് കാലഘട്ടത്തിലാണ് എന്താണ് ഭരിച്ചുകൊണ്ടിരുന്നത്? 240 മുതൽ 280 AD. അദ്ദേഹത്തിനുണ്ടായിരുന്ന ടൈറ്റിലാണ് മഹാരാജ. ഇനി അദ്ദേഹത്തിന്റെ മകനായ അടുത്ത കാലഘട്ടം ഭരിക്കുന്നത് ഘടോത്കചനാണ്. 281 മുതൽ 319 AD എന്താണ് ശ്രീഗുപ്തയുടെ മകനായ ഘടോത്കചൻ. അപ്പൊ ആദ്യത്തെ 2 റൂളേഴ്സും അത്ര പ്രൊമിനന്റ് ആയിട്ട് കോൺട്രിബ്യൂഷൻസ് ഒന്നും വലുതായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ആ 2 റൂളേഴ്സിന്റെ പേര് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫൗണ്ടറിന്റെ പേരാണ് അറിയേണ്ടത്. ആരാണ്? ശ്രീഗുപ്ത.
ഇനി നമുക്ക് ഏകദേശം നമ്മൾ പറഞ്ഞ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും ജോഗ്രഫിക്കൽ, നമ്മളിപ്പം പോസ്റ്റ് മൗര്യം പഠിച്ചപ്പോഴും അവരുടെ ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ നോക്കിയായിരുന്നു അല്ലേ. അപ്പൊ ഗുപ്ത ഡൈനാസ്റ്റിയുടെ ജോഗ്രഫിക്കലി അവർ ഏത് ഭാഗത്താണ് വരുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം എല്ലാ ഡൈനാസ്റ്റിയും ഏത് ഭാഗത്താണ്? മഗധ മഹാജനപദ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്താണ് ഭരിക്കുന്നത്. അപ്പൊ ഗുപ്താസ് എന്താണ്? മഗധ, ഈ ഒരു എന്താണ് പർപ്പിൾ കളറിൽ കാണുന്നതാണ് ഗുപ്ത ഡൈനാസ്റ്റിയുടെ. അപ്പൊ ഡെക്കാൻ റീജിയനിൽ സൗത്തിൽ ഏകദേശം ഉണ്ടായിരുന്നു, നോർത്ത് ഈസ്റ്റ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്, നോർത്തിലുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവർക്ക് കണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന ബാക്കി ഡൈനാസ്റ്റീസ് ആണ് വഗാഡകാസും അല്ലെങ്കിൽ ഷാഗാസ്, വെസ്റ്റേൺ സത്രാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജോഗ്രഫിക്കലി എന്താണ്? ഈ ഒരു ഭാഗമാണ് ഗുപ്താസിന്റെ അണ്ടറിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ മൗര്യൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ അത്രയും മൗര്യൻ കുറച്ചുകൂടി ഈ ഒരു ഭാഗത്തൂടെ ഒക്കെ ഉണ്ടായിരുന്നല്ലേ, അതിൽ അത്രയും ഇല്ല. എന്നാൽ തന്നെ ബാക്കിയുള്ള ഡൈനാസ്റ്റികൾ കമ്പയർ ചെയ്യുമ്പോൾ ഗുപ്ത ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. ഇതാണ് അതിന്റെ ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ. ഇതൊരു 375 അടി, അതായത് ഗുപ്തയുടെ സ്ട്രോങ് ആയിട്ടുള്ള റൂളേഴ്സ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ മാപ്പാണ്. ഓക്കെ, ഇനി നമ്മൾ ഫൗണ്ടർ ആരാന്ന് പറഞ്ഞു? ശ്രീഗുപ്ത എന്ന് പറഞ്ഞു. ഇൻ കേസ് ക്വസ്റ്റ്യൻ, ദ റിയൽ ഫൗണ്ടർ ഓഫ് ഗുപ്ത എംപയർ, ആരാണ് യഥാർത്ഥ ഫൗണ്ടർ? കാരണം ആരുടെ കാലഘട്ടത്തിലാണ് ഇതൊരു സാമ്രാജ്യമായിട്ട് മാറിയത്, അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയൽ ഫൗണ്ടർ. അപ്പൊ ദ റിയൽ ഫൗണ്ടർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി ആരാണ്? ചന്ദ്രഗുപ്ത 1 ആണ്. ചന്ദ്രഗുപ്ത 1 ആണ് ദ റിയൽ ഫൗണ്ടർ. റിയൽ ഫൗണ്ടർ എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ എന്ത് വരും? ചന്ദ്രഗുപ്ത 1. ഫൗണ്ടർ എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ എന്ത് വരും? ശ്രീഗുപ്ത എന്ന് വരും. അപ്പൊ ചന്ദ്രഗുപ്ത 1 ആരാണ്? ഘടോത്കചന്റെ മകനാണ്. അപ്പൊ ഇദ്ദേഹം കൂടുതലും എന്താണ് ഈ ഒരു കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതായത് ഒരു സാമ്രാജ്യം വലുതാക്കുന്ന ആളാണല്ലോ റിയൽ ഫൗണ്ടർ. അപ്പൊ പല മാർഗങ്ങളും സ്വീകരിച്ചു. അങ്ങനെ ഒരു മാർഗമായിരുന്നു അദ്ദേഹത്തിന് മാട്രിമോണിയൽ അലയൻസസ്. അതായത് നമ്മൾ എന്താണ് അടുത്ത നാട്ടുരാജ്യത്തിൽ നിന്ന് കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ചിലപ്പോൾ അവിടെ എന്താണ് പുരുഷ ഹയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു ഭാഗം കൂടി ഈ രാജാവിന് കിട്ടും, അല്ലെങ്കിൽ അവരെന്താണ് ശ്രീധരം എന്ന പേരിലോ എന്തായാലും ഒരു രാജ്യത്തിന്റെ ഭാഗം നൽകും. അപ്പൊ മാട്രിമോണിയൽ അലയൻസിൽ കുറച്ചുകൂടെ സാമ്രാജ്യങ്ങൾ ആരെന്താണ് ചന്ദ്രഗുപ്ത 1 ഗുപ്ത എംപയറിലേക്ക് ചേർക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു എന്താണ് അങ്ങനെ അദ്ദേഹം കല്യാണം കഴിച്ച ഒരാളാണ് കുമാരി ദേവി. കുമാരദേവി അല്ലെ കുമാരി ദേവി എന്ന് പറയും. ലിച്ചവി ക്ലാൻ, നേപ്പാളിലെ പ്രിൻസസ് ആയിരുന്നു. ഇദ്ദേഹം മെയിനായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മാപ്പിൽ കണ്ട പോലെ മഗധ, സാഗീത്, പ്രയാഗ്, ഏകദേശം എല്ലാം എന്താണ് ഉത്തർപ്രദേശ്, ബീഹാർ ആ ഒരു മഗധ പ്രൊവിൻസിൽ തന്നെ വരുന്നതാണ്. അപ്പൊ ഇദ്ദേഹത്തിന് മെയിൻ ആയിട്ടുള്ള എന്താണ് ബംഗാളും ഉത്തർപ്രദേശും ബീഹാറും എന്തിന്റെ പാർട്ടായിരുന്നു? ചന്ദ്രഗുപ്ത 1 കാലഘട്ടത്തിൽ ഗുപ്ത എംപയറിന്റെ പാർട്ടായിരുന്നു. ഇദ്ദേഹത്തിന് നമ്മൾ മഹാരാജ എന്നുള്ള ടൈറ്റിൽ ആർക്കായിരുന്നു? ശ്രീഗുപ്തയ്ക്കാണെങ്കിൽ മഹാരാജാതിരാജ, അതായത് ഓരോ ഗുപ്ത എന്താണ് ഗുപ്ത എറയിൽ ഓരോ ഇമ്പോർട്ടന്റ് റൂളേഴ്സിനൊക്കെ ഇതുപോലെ ഓരോ ടൈറ്റിൽ കാണും. അപ്പൊ ചിലപ്പോൾ ആ ടൈറ്റിൽ വെച്ചിട്ട് ഏത് രാജാവിനെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ മഹാരാജ ശ്രീഗുപ്ത ആണെങ്കിൽ മഹാരാജാതിരാജ ആരാണ്? ദ റിയൽ ഫൗണ്ടറായ ചന്ദ്രഗുപ്ത 1 ആണ്. അദ്ദേഹം ഏകദേശം എന്താണ് മാട്രിമോണിയൽ അലയൻസ് വെച്ച് ആ ഒരു കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അങ്ങനെ അദ്ദേഹം കല്യാണം കഴിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസസ് ആണ് അത് കുമാരി ദേവി. അദ്ദേഹത്തിന്റെ ടൈറ്റിൽ എന്താണ്? മഹാരാജാതിരാജ. അദ്ദേഹം എന്താണ് ഭരിച്ചിരുന്ന സ്ഥലങ്ങളാണ് ബീഹാർ, UP, ബംഗാൾ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഗുപ്ത സാമ്രാജ്യത്തിൽ 1-2 പേരുകളെ കേട്ടിട്ടുള്ളെങ്കിൽ മെയിനായിട്ട് വരുന്ന പേരാണെന്ത്? സമുദ്രഗുപ്ത. അപ്പൊ ഈ ഒരു ഗുപ്ത എംപയറിന്റെ ഗ്രേറ്റസ്റ്റ് റൂളർ ആയിരുന്നു. അപ്പൊ ബാക്കിയുള്ള 3 റൂളേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയാം, ബാക്കിയെല്ലാം കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുമ്പോൾ സമുദ്രഗുപ്ത എന്താണ് കുറച്ചുകൂടെ കലാപരമായ കാര്യങ്ങളോട് എന്താണ് പ്രൊമോട്ട് ചെയ്തിരുന്നു. ഇപ്പൊ എന്താണ് ഡാൻസ് ആയാലും പാട്ടായാലും അങ്ങനെയുള്ള കലാപരമായ കാര്യങ്ങളോട് പ്രൊമോട്ട് ചെയ്ത ഒരു ഗുപ്ത റൂളറാണ് ആര്? സമുദ്രഗുപ്ത എന്ന് പറയുന്നത്. അപ്പൊ ഗ്രേറ്റസ്റ്റ് റൂളറാണ് ഗുപ്ത എംപയറിന്റെ. അപ്പൊ എന്താണ് നിങ്ങൾക്കറിയാം, ഇപ്പം ഇവർ കുറച്ചുകൂടെ പ്രൊമിനന്റ് ആയിട്ട് നോർത്തിലാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നോർത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നോർത്തിലെ മിക്ക ഭാഗങ്ങളും എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ ഗുപ്ത എംപയറിന്റെ അണ്ടറിലായിരുന്നു. ഇനി സൗത്തിൽ ഗുപ്ത എംപയറിന്റെ കയ്യിലല്ലാത്ത ഭാഗങ്ങളിലെ ആൾക്കാർ ഈ ഒരു എംപയറിന് ട്രിബ്യൂട്ട്സ് പേ ചെയ്തിരുന്നു. അതായത് മൊത്തം ഇന്ത്യ അവരുടെ കയ്യിലാണെന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് നോർത്തിലുള്ള കിങ്ഡംസ് ഒക്കെ അവരുടെ അണ്ടറിൽ വന്നു, സൗത്തിലുള്ള കിങ്ഡംസ് ഇവരുടെ അണ്ടറിൽ വരാത്ത കിങ്ഡംസ് ഇവർക്ക് എന്താണ് ഇവർ അറ്റാക്ക് ചെയ്യാതിരിക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി റിലേഷന്റെ ഭാഗമായിട്ടായിരിക്കും ഇവർക്ക് എന്താണ് ട്രിബ്യൂട്ട്സ് പേ ചെയ്തുകൊണ്ടിരുന്നു. നമുക്ക് സ്ഥിരം SSCക്ക് ചോദിക്കുന്ന അല്ല റെയിൽവേക്ക് വരുന്ന ഒരു ചോദ്യമാണ്, നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? നെപ്പോളിയൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? സമുദ്രഗുപ്തയാണ്. അപ്പൊ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിനെ ആരാണ് ആ
ഒരു ടൈറ്റിൽ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത് ഹിസ്റ്റോറിയനായ VA സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ എന്താണ് കോൺട്രിബ്യൂഷൻസും വാറിലെ കോൺട്രിബ്യൂഷൻസും കാരണം അദ്ദേഹത്തിന് ആ ഒരു ടൈറ്റിൽ കൊടുത്ത ആരാണ്? ഹിസ്റ്റോറിയനായ VA സ്മിത്ത് ആണ്. അപ്പൊ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏൻഷ്യൻ ഹിസ്റ്ററിയിലെ രാജാവ് ആരാണ്? സമുദ്രഗുപ്തയാണ്. കുറെ തവണ വന്നിട്ടുള്ള ചോദ്യമാണ്. ഇനി നമ്മൾ ഇതിനു മുമ്പുള്ള രാജാക്കന്മാരുടെ ടൈറ്റിൽ നോക്കിയല്ലേ, എന്തൊക്കെയായിരുന്നു? മഹാരാജ, മഹാരാജാതിരാജ. അതുപോലെ സമുദ്രഗുപ്തയ്ക്കുള്ള ടൈറ്റിൽ, ഞാൻ എന്താ സമുദ്രഗുപ്തയുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞത്, അദ്ദേഹം കുറച്ചുകൂടെ ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിനുള്ള ടൈറ്റിലാണ് കവിരാജ. ഇമ്പോർട്ടൻ്റ് ആണ്. കവിരാജ എന്നറിയപ്പെടുന്ന എന്താണ് ഗുപ്ത ഡൈനാസ്റ്റി വരുന്ന രാജാവ് ആരാണ്? സമുദ്രഗുപ്തയാണ്. അപ്പൊ ഇദ്ദേഹം എന്താണ് മെയിനായിട്ട് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്ത കോയിൻസിൽ വരെ അദ്ദേഹം എന്താണ് ഒരു വീണ പ്ലേ ചെയ്യുന്ന പോലത്തെ പിക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അദ്ദേഹത്തിന്റെ നിങ്ങൾക്കറിയാം ഏതൊരു രാജാക്കന്മാരുടെയും ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ എന്താണ് ഓരോ ഇൻസ്ക്രിപ്ഷൻസിൽ കൊത്തിവെക്കും അല്ലേ. അപ്പൊ അതുപോലെ അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹം നടത്തിയ മിലിറ്ററി കോൺക്വസ്റ്റ് ഒക്കെ ഉള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് ഇറാൻ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇറാൻ ഇൻസ്ക്രിപ്ഷൻ, ഇറാൻ എന്ന് പറയുന്നത് ഈ ഒരു ഗുപ്ത എംപയറിന്റെ അണ്ടറിൽ വരുന്ന പ്രൊവിൻസാണ്. നമുക്കറിയാം പ്രൊവിൻസ് എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പറയുന്ന പോലെ ഓരോ സ്റ്റേറ്റുകൾ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൊവിൻസ് ആണ്. ഈ ഒരു പ്രൊവിൻസിന്റെ ഈ ഒരു ഇറാൻ എന്ന് പറയുന്നത് ഇറാഖിനി പ്രദേശ എന്ന് പറയുന്ന ഗുപ്തയുടെ അണ്ടറിൽ വരുന്ന പ്രൊവിൻസിന്റെ ക്യാപിറ്റലാണ്. ആ ഒരു ക്യാപിറ്റലാണ് എന്ത്, അവിടെ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഇൻസ്ക്രിപ്ഷൻ ഏത് രാജാവിനെ പറ്റിയുള്ളതാണ്? സമുദ്രഗുപ്തയെ പറ്റിയുള്ളതാണ്. അപ്പോൾ ഫൗണ്ടർ ശ്രീഗുപ്ത, റിയൽ ഫൗണ്ടർ ആരാണ്? ചന്ദ്രഗുപ്ത 1. അപ്പൊ ശ്രീഗുപ്തയ്ക്കുള്ള ടൈറ്റിൽ മഹാരാജ ആണെങ്കിൽ റിയൽ ഫൗണ്ടറായ ചന്ദ്രഗുപ്ത 1 ടൈറ്റിൽ എന്താ? മഹാരാജാതിരാജ. അത് കഴിഞ്ഞ് വരുന്ന സമുദ്രഗുപ്തയ്ക്കുള്ള ടൈറ്റിൽ എന്താണ്? അദ്ദേഹം കുറച്ചുകൂടെ ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തായതുകൊണ്ട് ടൈറ്റിൽ എന്താണ്? കവിരാജ. അല്ലാതെ അദ്ദേഹത്തിനുള്ള മെയിൻ ടൈറ്റിൽ എന്താണ്? നെപ്പോളിയൻ ഓഫ് ഇന്ത്യ. അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? VA സ്മിത്ത് ആണ്. ഓക്കെ, ഇതാണ് എന്താണ് സമുദ്രഗുപ്ത വീണ പ്ലേ ചെയ്യുന്ന ആ ഒരു കോയിൻ വരുന്ന ഇതാണ്. സമുദ്രഗുപ്ത വീണ പ്ലേ ചെയ്യുന്ന കോയിൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇറങ്ങിയ അദ്ദേഹം തന്നെ വീണ പ്ലേ ചെയ്യുന്ന കോയിൻ ഇതാണ്. ഇതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന് എന്ത് ടൈറ്റിൽ കിട്ടിയത്? കവിരാജ. അപ്പൊ നിങ്ങൾക്ക് സ്വഭാവം അറിയാമെങ്കിൽ അവരുടെ ടൈറ്റിൽ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഹിസ്റ്റോറിയൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പിന്നെയും പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് VA സ്മിത്ത് പറഞ്ഞത് ആരെയാണ്? സമുദ്രഗുപ്തയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഇൻസ്ക്രിപ്ഷൻ ഒരിടത്തുള്ളതാണ് പ്രയാഗ് പ്രശസ്തി. അദ്ദേഹത്തിന്റെ കോർട്ട് പോയറ്റ് ആയിരുന്നു ഹരിസേന. കോർട്ട് പോയറ്റ്, ഈ ഗുപ്ത എംപയറിലെ കോർട്ട് പോയറ്റ് ആയിരുന്നു ഹരിസേന. നിങ്ങൾക്കറിയാം ഏതൊരു രാജാവിന് എന്താണ് കൊട്ടാരത്തിൽ ഒരാളുണ്ടല്ലോ, ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്തായിരിക്കും? ആ രാജാവിനെ പറ്റി പുകഴ്ത്തി എഴുതുക, അല്ലെ പ്രശസ്തിച്ച് എഴുതുക. അപ്പൊ അങ്ങനെ എന്താണ് സമുദ്രഗുപ്തയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഹരിസേന. അപ്പൊ ഹരിസേന എന്താണ് ഈ സമുദ്രഗുപ്തയുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ പ്രയാഗ് പ്രശസ്തിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ പ്രയാഗ് പ്രശസ്തി എഴുതിയത് ആരാണ്? ഹരിസേന. പ്രയാഗ് പ്രശസ്തി ഏത് രാജാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സമുദ്രഗുപ്ത. അതുപോലെ ഇറാൻ ഇൻസ്ക്രിപ്ഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? സമുദ്രഗുപ്ത. ഇനി അദ്ദേഹം എന്ന് പറയുന്നത് മൊത്തം റൂളേഴ്സ്, നിങ്ങൾക്കറിയാം നോർത്തിലെ റൂളേഴ്സിനെയാണ് നമ്മൾ ആര്യവ്രത റൂളേഴ്സ്. നിങ്ങൾക്കറിയാം ആര്യൻസിന് ഇൻവേഷൻ എവിടെയായിരുന്നു വരുന്നത്? നോർത്തില്. അപ്പൊ നോർത്തിലുള്ള റൂളേഴ്സിനെയാണ് നമ്മൾ ആര്യവ്രത റൂളേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സൗത്തിലുള്ള റൂളേഴ്സോ? സൗത്തിന് നമ്മൾ എന്താ പറയുന്നത്? ദക്ഷിണ ഭാഗം എന്നാണല്ലേ പറയുന്നത്. അപ്പൊ എന്താണ്? റൂളേഴ്സ് ഓഫ് ദക്ഷിണപാത്. റൂളേഴ്സ് ഓഫ് ദക്ഷിണപാത്. അപ്പൊ അതിൽ പറയുന്നത് സമുദ്രഗുപ്ത എന്താണ് ആര്യവ്രത റൂളേഴ്സിനെയൊക്കെ എന്താണ് ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിച്ച് അനക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്തിലുള്ള റൂളേഴ്സ്, ദക്ഷിണപാത റൂളേഴ്സ് വരുന്ന ആൾക്കാരെ എന്താണ് ഡിഫീറ്റ് ചെയ്ത് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അപ്പൊ നോർത്തിലും സൗത്തിലും ഒരുപോലെ എന്താണ് കൺട്രോൾ ആരുടെ ഉണ്ട്? സമുദ്രഗുപ്തയുടെ ഉണ്ട്. അപ്പൊ അതാണ് നോർത്തിലെ കാണിക്കുക ആര്യവ്രത റൂളേഴ്സും സൗത്തിലെ കാണിക്കുക എന്താണ് നമുക്ക് ദക്ഷിണപാത റൂളേഴ്സും വരുന്നത്. ഇനി അടുത്ത നോക്കുന്നത് സമുദ്രഗുപ്തയെ സക്സീഡ് ചെയ്ത് വരുന്ന അടുത്ത രാജാവ് ആരാണ്? രാമഗുപ്തയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രാമഗുപ്തയെ കൊല്ലും. ആര് കൊല്ലും? രാമഗുപ്തയെ ചന്ദ്രഗുപ്ത 2 അല്ലെങ്കിൽ വിക്രമാദിത്യൻ കൊന്നിട്ട്, വിക്രമാദിത്യനാണ് രാമഗുപ്ത വളരെ കുറച്ച് പീരീഡ് മാത്രമേ ഭരിക്കുന്നുള്ളൂ. പിന്നീട് വരുന്ന ആരാണ്? വിക്രമാദിത്യൻ. അപ്പൊ നമ്മൾ വിക്രമാദിത്യനെ പറ്റി എല്ലാം പോസിറ്റീവായിട്ടാണല്ലേ കേട്ടിട്ടുള്ളത്. വിക്രമാദിത്യൻ അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത 2 എന്ന് പറയുന്ന രാജാവിന്റെ പോസിറ്റീവ് സൈഡ്. അപ്പൊ ഇങ്ങനെ ഒരാളെ കൊന്നിട്ടാ വരുന്നതെന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്നുണ്ടോ? ഇല്ല. അതിനൊരു കാരണമുണ്ട്. കാരണം രാമഗുപ്ത അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു റൂളർ ആയിരുന്നില്ല. അപ്പൊ രാമഗുപ്ത ആരുമായിട്ട് ഒരു കോൺട്രവേഴ്സി അല്ലെ ആരുമായിട്ടൊരു യുദ്ധം വരികയാണ്? ഷാഗാസുമായിട്ട്.
അപ്പൊ രാമഗുപ്തയും ഷാഗാസുമായിട്ടൊരു യുദ്ധം വരികയും ഇതിൽ ആര് തോൽക്കും? രാമഗുപ്ത തോൽക്കും. അപ്പൊ രാമഗുപ്ത എന്ത് ചെയ്യുന്ന വെച്ചാൽ തോറ്റതിന്റെ ഒരു ഇതായിട്ട് അവരെന്താവശ്യപ്പെടും? രാമഗുപ്തയുടെ ഭാര്യയായ ധ്രുവദേവി ആവശ്യപ്പെടും. അപ്പൊ രാമഗുപ്ത എന്ത് ചെയ്യും? ധ്രുവദേവിയെ സറണ്ടർ ചെയ്യും. അപ്പൊ ഇത് ആർക്ക് ഇഷ്ടപ്പെടത്തില്ല? ഇത് നമ്മുടെ എന്താണ്, നമ്മുടെ ഒരു ഡൈനാസ്റ്റിയുടെ ഡിഗ്നിറ്റിക്ക് എതിരാന്ന് പറഞ്ഞ് ആർക്ക് ഇഷ്ടപ്പെടത്തില്ല? ചന്ദ്രഗുപ്ത ടൂവിന് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ആ വിക്രമാദിത്യൻ എന്താണ്, വേഷം മാറി ചെന്ന് ആ ശാഖാ റൂളറിനെ കൊല്ലും. ആ ചന്ദ്രഗുപ്ത ടു ആ ശാഖാ റൂളറിനെ കൊല്ലുന്നോണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പിന്നെന്തായി മാറുന്നത്? വിക്രമാദിത്യ എന്നായി മാറുന്നത്. എന്നിട്ട് ആ ശാഖാ റൂളറിനെ കൊന്നതിന് ശേഷം എന്താണ്, രാമഗുപ്തയും കൊന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായ ധ്രുവദേവി ആര് സ്വീകരിക്കും? ചന്ദ്രഗുപ്ത ടു സ്വീകരിക്കും. അപ്പൊ സമുദ്രഗുപ്ത കഴിഞ്ഞ് ആക്ച്വലി ആ ഒരു കിങ്ഡം ടേക്ക് പ്ലേസ് ചെയ്യുന്നത് രാമഗുപ്തയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഇൻകാപ്പബിലിറ്റി കൊണ്ട് പിന്നീട് ആ ഒരു റൂളർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണ്? ചന്ദ്രഗുപ്ത ടു അല്ലെങ്കിൽ വിക്രമാദിത്യനാണ്. അപ്പൊ നമ്മൾ മെയിനായിട്ട് കേട്ടിട്ടുള്ള പേര് ചന്ദ്രഗുപ്ത 1, സമുദ്രഗുപ്ത, പിന്നെ ഒരു ഇമ്പോർട്ടന്റ് റൂളർ ഈ ഒരു ഗുപ്ത ഡൈനാസ്റ്റി നമ്മൾ പറയുവാണെങ്കിൽ ആരാണ്? വിക്രമാദിത്യനാണ് അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത ടു ആണ്. നമുക്ക് വിക്രമാദിത്യനെ പറ്റി എന്തൊക്കെ പോയിന്റ്സ് ആണ് വരുന്നത് നോക്കാം. അപ്പൊ അഞ്ചാമത്തെ റൂളേഴ്സിന്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അഞ്ചാമത്തെ റൂളേഴ്സ് ആണ്. ആദ്യമായിട്ട് ഒരു ഗുപ്ത രാജാവ് സിൽവർ കോയിൻസ് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? വിക്രമാദിത്യനാണ്. സിൽവർ കോയിൻ. അപ്പൊ ഇതിനു മുമ്പുള്ള രാജാക്കന്മാർ എന്താണ് ഇഷ്യൂ ചെയ്തത്? ഇവരുടെ തൊട്ടു മുമ്പുള്ള ഗുപ്ത രാജാക്കന്മാരൊക്കെ ഗോൾഡ് കോയിൻസ് ആയിരുന്നു ഇഷ്യൂ ചെയ്തത്. അങ്ങനെയാണ് ഇന്ത്യയിൽ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്ത ആദ്യത്തെ രാജവംശം ഏതാണ്? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ആരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തത്? പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റി വരുന്ന ഇൻഡോ ഗ്രീക്സ് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തത്. ഇൻ കേസ് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ലാർജ് എമൗണ്ടിൽ ഗോൾഡ് കോയിൻസ് ഇന്ത്യയിൽ ആദ്യമായി ഇഷ്യൂ ചെയ്ത ആരാണ്? ലാർജ് എമൗണ്ട് എന്ന് എടുത്തു ചോദിച്ചാൽ അതാരാണ്? കുഷാന ഡൈനാസ്റ്റിയാണ്. അപ്പൊ ഗുപ്ത രാജാക്കന്മാർ പലരും ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് സിൽവർ കോയിൻ ഇഷ്യൂ ചെയ്യുന്ന ഗുപ്ത രാജാവ് ആരാണ്? വിക്രമാദിത്യനാണ്. ഇദ്ദേഹത്തിന്റെ കോർട്ട് എന്താണ്? ഉജ്ജയിനിൽ, അതായത് അദ്ദേഹം ക്യാപിറ്റൽ ഇതുവരെ പാട്ടലിപുത്രയിലായിരുന്നെങ്കിൽ വിക്രമാദിത്യൻ വരുമ്പോൾ ക്യാപിറ്റൽ എങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്? ഉജ്ജയിനിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഈ ഒരു ചന്ദ്രഗുപ്ത ടൂവിന് വിക്രമാദിത്യ എന്നൊരു ടൈറ്റിൽ കിട്ടുന്ന ആ ഒരു ടൈറ്റിൽ നടത്തിയ ഈവന്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ, രാമഗുപ്തയും ശാഖാ കിങ്ങുമായിട്ട് എന്താണ് യുദ്ധമുണ്ടായിരുന്നു. ആ ശാഖാ കിങ് എന്ന് പറയുന്നത് രുദ്രസിംഹ 3 ആണ്. അപ്പൊ രുദ്രസിംഹ 3യെ ഡിഫീറ്റ് ചെയ്തത് കൊണ്ടാണ് ആർക്ക്? ഈ ചന്ദ്രഗുപ്ത ടൂവിന് എന്ത് ടൈറ്റിൽ കിട്ടുന്നത്? വിക്രമാദിത്യ എന്നുള്ള ടൈറ്റിൽ കിട്ടുന്നത്. അങ്ങനെയാണ് ചന്ദ്രഗുപ്ത ടൂവിന് ഏത് ടൈറ്റിൽ വരുന്നത്? വിക്രമാദിത്യ എന്നൊരു ടൈറ്റിൽ. അപ്പൊ നിങ്ങൾക്ക് കുത്തബ് മിനാർ വിസിറ്റ് ചെയ്തോട്ടുള്ളവർക്ക് അറിയാം, അവിടെ ഒരു അയൺ പില്ലർ ഉണ്ട്. അപ്പൊ അയൺ പില്ലർ കുറെ കോൺട്രവേഴ്സി, അതെന്താണ് തുരുമ്പെടുക്കാത്തതിന്റെ റീസൺ ഒക്കെ നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അയൺ പില്ലറിൽ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, പില്ലറിൽ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് പില്ലർ ആണെങ്കിൽ ഇതിലിങ്ങനെ കൊത്തി വെച്ചേക്കുന്നതാണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിലൊരു ഇൻസ്ക്രിപ്ഷനിൽ ചന്ദ്ര എന്ന് പറയുന്ന ഒരു രാജാവിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. കുറെ തവണ ചന്ദ്ര എന്ന് പറയുന്ന ഒരു രാജാവിനെ മെൻഷൻ ചെയ്യും. അപ്പൊ ഹിസ്റ്റോറിയൻസ് പറയുന്നത് ആ ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കുന്ന ചന്ദ്ര എന്ന് പറയുന്നത് ആരാണ്? ചന്ദ്രഗുപ്ത 2 ആണെന്നാണ് കുറെ ഹിസ്റ്റോറിയൻസിന്റെ വാദം. എന്താണ്, കുത്തബ് മിനാറിൽ വരുന്ന അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ അങ്ങനെ എടുത്തു ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രാജാവിനെ പറയാൻ പറ്റും? ചന്ദ്രഗുപ്ത 2 എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്, ചന്ദ്രഗുപ്തയുടെ കൊട്ടാരത്തിലായിരുന്നു നവരത്നങ്ങൾ അല്ലെങ്കിൽ 9 ജെംസ് ഉണ്ടായിരുന്നത്. അതായത് ഓരോ ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യാനും ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കാണും. അതാണ് 9 ജുവൽസ് എന്ന് പറയുന്നത്, നവരത്നാസ് എന്ന് പറയും. കാളിദാസനൊക്കെ അതിൽ വിടുന്നതാണ്. അപ്പോൾ ചന്ദ്രഗുപ്ത 2വിൻ്റെ കൊട്ടാരത്തിൽ 9 രത്നാസ് ഉണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചോദ്യം വരുന്ന ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചോദ്യം വരുന്ന ഭാഗം എന്താണ്? ഒന്ന്, വിക്രമാദിത്യ എന്ന ടൈറ്റിൽ കിട്ടിയത് ആരെ ഡിഫീറ്റ് ചെയ്തിട്ടാണ്? രുദ്രസിംഹ 3യെ ഡിഫീറ്റ് ചെയ്തിട്ടാണ്. ഇനി അയൺ പില്ലർ, അതായത് കുത്തബ് മിനാറിലുള്ള മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ ആരെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്? ചന്ദ്രഗുപ്ത 2വിനെ പറ്റി. ഇനി ആരുടെ കൊട്ടാരത്തിലായിരുന്നു നവരത്നാസ് അല്ലെങ്കിൽ 9 ജെംസ് ഉണ്ടായിരുന്നത്? അതും ആരാണ്? ചന്ദ്രഗുപ്ത 2 അല്ലെങ്കിൽ വിക്രമാദിത്യൻ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം, നമുക്ക് 2 മെയിൻ ചൈനീസ് ട്രാവലേഴ്സ് ആണുള്ളത്. ഒന്ന് ഫാഹിയാനും ഒന്ന് ഹുയാൻസാങ്. അപ്പൊ ഇതിൽ ആദ്യം ഇന്ത്യയിലേക്ക് വരുന്നത് ഫാഹിയാനാണ്. ഫാഹിയാൻ ആരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫാഹിയാൻ ആരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് വരുന്നത്? വിക്രമാദിത്യൻ. വെച്ച് തുടങ്ങുന്ന ഹുയാൻസാങ് തുടങ്ങുന്ന ഹർഷവർദ്ധനയുടെ കാലഘട്ടത്തിലാണ്. ഹർഷയുടെ കാലഘട്ടത്തിലാണ് ഹുയാൻസാങ് വരുന്നത്. അങ്ങനെയാണ് ഫാഹിയാൻ ആദ്യം വരുന്നത്. F കഴിഞ്ഞിട്ടാണല്ലോ H. അപ്പൊ ആരാദ്യം വരുന്നത്? ഫാഹിയാനാണ് ആദ്യം വരുന്നത്. അദ്ദേഹം ആരുടെ കോർട്ടിലാണ് വന്നത്? വിക്രമാദിത്യ അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത 2വിന്റെ. ഇതാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ. ഫാക്ച്വൽ ആയിട്ട് പറയുകയാണെങ്കിൽ
ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡൽഹിയിലെ എന്താണ് കുത്തബ് മിനാർ ഡൽഹിയിൽ ഉള്ളതിലാണ് അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അതിന് നമ്മൾ പറയുന്നത് മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്നാണ്. അപ്പൊ ആ ഒരു ഇതിൽ പറയുന്നത് നോർത്ത് വെസ്റ്റേൺ ഭാഗത്തും ബംഗാളിന്റെ പോർഷനിലും ആരുടെ ആധിപത്യമായിരുന്നെന്നാണ്? ചന്ദ്രഗുപ്ത ടൂവിന്റെ അല്ലെങ്കിൽ ആരാണ്? വിക്രമാദിത്യന്റെ ആധിപത്യമായിരുന്നു. ഇനി അതല്ലാതെ നമ്മുടെ എന്താണ് ഉദയഗിരി കേവ്സിലെ ഇൻസ്ക്രിപ്ഷനിലും ആരെ പറ്റി പറയുന്നുണ്ട്? ഈ വിക്രമാദിത്യനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം സിൽവറും കോപ്പർ കോയിൻസും ഇഷ്യൂ ചെയ്തിരുന്നു. മെയിനായിട്ട് ചോദ്യം വരുവാണെങ്കിൽ ആദ്യമായിട്ട് സിൽവർ കോയിൻസ് ഇഷ്യൂ ചെയ്ത ഗുപ്ത രാജാവ് എന്നെടുത്ത് ചോദിച്ചാലാണ് ആൻസർ എന്ത് വരുന്നത്? ചന്ദ്രഗുപ്ത ടു അല്ലെങ്കിൽ വിക്രമാദിത്യം വരുന്നത്. ഇനി അപ്പം ഞാൻ പറഞ്ഞു അതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന ഗുപ്ത റൂളേഴ്സ് ഒക്കെ എന്ത് കോയിൻസ് ആണ് ഇഷ്യൂ ചെയ്തത്? അവര് ഗോൾഡ് കോയിൻസ് മാത്രമേ ഇഷ്യൂ ചെയ്തിരുന്നുള്ളൂ. അതായത് വിക്രമാദിത്യത്തിന് മുമ്പുള്ള ഗുപ്ത റൂളേഴ്സ് ഗോൾഡ് കോയിൻസ് ആയിരുന്നു ഇഷ്യൂ ചെയ്തത്. ആ ഗോൾഡ് കോയിൻസിനെ നമ്മൾ പറയുന്നതാണ് ദിനാര. ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗോൾഡ് കോയിൻസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ദിനാര. അപ്പം മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷന്, പിന്നെന്താണ് ഉദയഗിരി കേവ്, ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള രാജാവ് ആരാണ്? വിക്രമാദിത്യനാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് കോപ്പർ കോയിൻസ് ഇഷ്യൂ ചെയ്യുന്ന ഗുപ്ത രാജാവ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മുമ്പുള്ള രാജാക്കന്മാർ എന്ത് കോയിൻസ് ആണ് ഇഷ്യൂ ചെയ്തത്? ഗോൾഡ് കോയിൻസ് ആണ്. അപ്പൊ ഗുപ്ത രാജവംശത്തിലുള്ള ഗോൾഡ് കോയിൻസിനെ നമ്മൾ എന്താ പറയുന്നത്? ദിനാര. അപ്പൊ നിങ്ങൾ ഒരു ബേസ് ആയിട്ട് ഒരു കഥ മനസ്സിലാക്കി വെക്കുക. അത് റിലേറ്റ് ചെയ്ത് ഫാക്ട് അതുപോലെ കാണാതെ പഠിച്ച് ഗോൾഡ് കോയിൻ ദിനാര അങ്ങനെ പഠിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഓർത്തിരിക്കത്തില്ല. അപ്പൊ ഒന്ന് കണക്ട് ചെയ്യുക. ഇദ്ദേഹമാണ് ആദ്യം ഇഷ്യൂ ചെയ്തെങ്കിൽ ഇദ്ദേഹത്തിന് മുമ്പുള്ളവർ എന്ത് ഇഷ്യൂ ചെയ്തു? ഗോൾഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഗോൾഡ് കോയിൻസിന് ആ കാലത്തിൽ എന്ത് പറഞ്ഞു? ദിനാര. അങ്ങനെ ഒരു ഫാക്റ്റുകൾ തമ്മിൽ കണക്ട് ഉണ്ടാക്കി കഥയാക്കി പഠിച്ചു വെച്ചാൽ മറക്കത്തില്ല. അല്ലെങ്കിൽ നമ്മളിത് മഗപ്പ് ചെയ്യുവാണെങ്കിൽ മറക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇതാണ് കുത്തബ് മിനാറിന്റെ അകത്ത് വരുന്ന അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കും. കുത്തബ് മിനാർ കോംപ്ലക്സിനകത്ത് വരുന്ന അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഇതാണ് ഉദയഗിരി കേവ്സ്. ഇവിടെ ആരെ പറ്റി പറഞ്ഞിട്ടുണ്ട്? വിക്രമാദിത്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഉദയഗിരി കേവ്സ്. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് എന്താണ് ഈ വിക്രമാദിത്യന്റെ കോട്ടിലാണ് നവരത്നങ്ങൾ അല്ലെങ്കിൽ 9 ജെംസ് ഉണ്ടായിരുന്നത്. അതായത് 9 ഇമ്പോർട്ടൻറ്റ് മേഖലകൾ കൈകാര്യം ചെയ്ത് പ്രഗത്ഭരായ 9 പേരുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആരാണ്? നമുക്കെല്ലാം അറിയാവുന്ന ഏറ്റവും ഗ്രേറ്റ് എപ്പിക്സ് ഒക്കെ എഴുതിയിട്ടുള്ള കാളിദാസനാണ്. അദ്ദേഹം ഒരു സാൻസ്ക്രിറ്റ് പോയിട്ടാണ്. രണ്ടാമത് നമ്മൾ സമുദ്രഗുപ്തയുടെ കോട്ടിൽ പ്രയാഗ് പ്രശസ്തി എഴുതിയ ആ ഒരു കവി ആരായിരുന്നു? ഹരിസേന. അദ്ദേഹം ഏത് കോട്ടിലും വരുന്നുണ്ട്? ഈ ഒരു ചന്ദ്രഗുപ്തയുടെ കോട്ടിലും വരുന്നുണ്ട്. അദ്ദേഹം ഒരു സാൻസ്ക്രിറ്റ് പോയറ്റാണ്. അമരസിംഹ ഒരു ലെക്സിക്കോഗ്രാഫറാണ്. ധന്വന്തരി എന്താണ്? ഫിസീഷ്യൻ ആണ്. കഹാപനക അസ്ട്രോളജർ ആണ്. ശംഖു ആർക്കിടെക്റ്റ് ആണ്. വരാഹമിഹിര അസ്ട്രോണമർ ആണ്. വരരുചിയുടെ കഥയൊക്കെ നമ്മൾ പറയപ്പറ്റ പന്തിരികൂല, പക്ഷെ അതൊക്കെ കണക്ട് ചെയ്ത് പറയാം. അദ്ദേഹം എന്താണ്? ഒരു ഗ്രമേറിയൻ അല്ലെ ഒരു സാൻസ്ക്രിറ്റ് സ്കോളർ ആയിരുന്നു. വിഠാല ഭട്ട മജീഷ്യൻ ആയിരുന്നു. ഇവരാണ് 9 പേര്, പ്രഗത്ഭരായ 9 പേര്. അവർ ഡീൽ ചെയ്ത് കറക്റ്റ് ഫാക്ച്വൽ ആയിട്ടുള്ള സാധനമാണ്. അവർ ഡീൽ ചെയ്ത മേഖലകളാണ് റൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേണേൽ പിക്ക് ചെയ്തിട്ട് 4 ഓപ്ഷൻ തന്നിട്ട് ഇതിലേതാ അല്ലാത്തത് അല്ലെങ്കിൽ ഇതിലേതാ നവരത്നാസ് ലിസ്റ്റിലുള്ളത് അങ്ങനെ വേണേലും ചോദിക്കാം. അപ്പൊ ആൻസർ എന്തൊക്കെ വരും? കാളിദാസനുണ്ട്, ഹരിസേനയുണ്ട്, അമരസിംഹയുണ്ട്, ധന്വന്തരിയുണ്ട്, കഹാപനകയുണ്ട്, ശംഖുണ്ട്, വരാഹമിഹിരയുണ്ട്, വരരുചിയുണ്ട്, വിഠാല ഭട്ടയുണ്ട്. അപ്പൊ ഇവരൊക്കെ ഏതാണ്? 9 പേരുടെ പേരുകളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. പറ്റിയാൽ എന്താണ് പേര്? കാളിദാസ ഹരിസേനയൊക്കെ ഡയറക്റ്റ് എന്താണ്? വരരുചിയൊക്കെ ഡയറക്റ്റ് നമുക്ക് ബുക്കുകളായിട്ട് ഓൾറെഡി കേട്ട് പരിചയമുള്ള പേരുകളായതുകൊണ്ട് ബുക്കുകളായിട്ട് റെഫർ ചെയ്യുക. ബാക്കിയുള്ള ആൾക്കാർ ഏത് മേഖലകളാണെന്നൂടെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി 6ാമത്തെ റൂളർ, അതായത് ചന്ദ്രഗുപ്ത ടു അല്ലെങ്കിൽ വിക്രമാദിത്യന് ശേഷം വരുന്ന അടുത്ത റൂളർ എന്ന് പറയുന്നത് കുമാരഗുപ്തയാണ്. അപ്പൊ കുമാരഗുപ്തയെ പറ്റി സ്ഥിരം വരുന്ന ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ മെയിൻ ഫൗണ്ടേഷൻ ആണ് നളന്ദ യൂണിവേഴ്സിറ്റി. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമുക്ക് നശിച്ചു പോയ ഒരു വലിയ യൂണിവേഴ്സിറ്റി, പ്രാചീന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് നളന്ദ യൂണിവേഴ്സിറ്റി. അതിന്റെ ഫൗണ്ടർ ആരാണ്? കുമാരഗുപ്തയാണ്, ഫൗണ്ടർ ഓഫ് നളന്ദ യൂണിവേഴ്സിറ്റി. ഇനി നളന്ദ അല്ലാതെ വേറെ ഏത് യൂണിവേഴ്സിറ്റി അറിയാം? നളന്ദ അല്ലാതെ നമുക്കുള്ളതാണ് വിക്രമശില യൂണിവേഴ്സിറ്റി അല്ലെ, വിക്രമശില യൂണിവേഴ്സിറ്റി. അതിന്റെ ഫൗണ്ടർ വരുന്നത് ധർമ്മപാലയാണ്. അപ്പൊ നളന്ദയാണെങ്കിൽ കുമാരഗുപ്ത, വിക്രമശില ആണെങ്കിൽ ധർമ്മപാല. ഇനി ഈ ഗുപ്ത ഡൈനാസ്റ്റിയുടെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് ഒരു ഹൂണ ട്രൈബിന്റെ ഇൻവേർഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഹൂണാസ് എന്ന് വെച്ചാൽ അതാണ് ഇതിലൊരു പോയിന്റ് ആയിട്ട്. കുമാരഗുപ്ത ആരുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു? ഹൂണാസ്. ഇവരൊരു സെൻട്രൽ ഏഷ്യൻ ട്രൈബാണ്.
സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ട്രൈബാണ്. ഈ ഒരു ട്രൈബിന്റെ ഇൻവേഷൻ കാരണം ഇവരുമായിട്ട് യുദ്ധം, അല്ലെങ്കിൽ ഇവരാണ് ഗുപ്ത എംപയറിന്റെ തകർച്ചയ്ക്ക് വൺ ഓഫ് ദ റീസൺസ് എന്നാണ് പറയുന്നത്. ഇവരുടെ ഒരു വരവും ഇവരുമായിട്ടുള്ള യുദ്ധങ്ങളും ഈ ഒരു എംപയറിനെ വീക്കാക്കി, എക്കണോമിക്കലി വീക്കായി, അപ്പോഴത്തേന് ജോഗ്രഫിക്കലി ഒരു സ്പ്ലിറ്റ് വന്നു. അങ്ങനെയാണ് ഗുപ്ത എംപയർ എന്താണ് സ്പ്ലിറ്റായി പോകുന്നത്. അപ്പോൾ ഈ ഒരു കുമാരഗുപ്ത എന്ന് പറയുന്ന രാജാവും ആരുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്? ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന ട്രൈബ്സ് ആയ ഹൂനാസുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്താണ് കൂടുതലും ഈ ഒരു ട്രൈബ് ഇപ്പം ലാസ്റ്റ് പീരീഡിലൊക്കെ അദ്ദേഹം എന്താണ് ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു ഹ്യൂന ട്രൈബിന്റെ ഇൻവേഷൻ കാരണം ആ ഒരു സൊസൈറ്റി അല്ലെ ഗുപ്തയുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒന്ന് ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നതും എന്തിലാണ്? ഈ ഒരു ഹ്യൂനാസുമായിട്ടുള്ള യുദ്ധത്തിലാണ്. യുദ്ധത്തിന്റെ ഇടയിലാണ് ആര് മരിക്കുന്നത്? കുമാരഗുപ്ത മരിക്കുന്നത്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ടൈറ്റിലാണ് ശക്രാദിത്യ. ശക്രാദിത്യ. അപ്പൊ നമ്മൾ ടൈറ്റില് ആര്? ഫൗണ്ടറായ ശ്രീഗുപ്തയ്ക്ക് എന്താണ്? മഹാരാജ. റിയൽ ഫൗണ്ടറായ ചന്ദ്രഗുപ്ത വണ്ണിന് എന്താണ്? മഹാരാജാതിരാജ. സമുദ്രഗുപ്തയ്ക്ക് എന്താണ്? കവിരാജ. ചന്ദ്രഗുപ്ത ടൂവിന് എന്താണ്? വിക്രമാദിത്യ. അങ്ങനെ ഓരോ ടൈറ്റിൽ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുമാരഗുപ്ത എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. നാളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ. അദ്ദേഹത്തിന്റെ ടൈറ്റിൽ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ചക്രാദിത്യ. പിന്നെ ഹ്യൂനാസുമായിട്ടുള്ള ആ ഒരു ഫോർട്ടിൽ, ആ ഒരു യുദ്ധത്തിലാണ് അദ്ദേഹം എന്താണ് മരിക്കുന്നത്. അടുത്ത വരുന്നത് സ്കന്ദഗുപ്തയാണ്. സ്കന്ദഗുപ്തയും എന്താണ് ഈ ഒരു സമയം മൊത്തം നമ്മുടെ ഹ്യൂണ ഇൻവേഷൻ ആണ്. അപ്പൊ അദ്ദേഹവും എന്താണ് ആ ഒരു ട്രൈബുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. സുദർശന ലേക്ക് റിപ്പയർ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് സുദർശന ലേക്ക് വരുന്നത്? നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിലും പറഞ്ഞാണ്. ഇതിന് സ്കന്ദഗുപ്ത അല്ലാതെ സുദർശന ലേക്ക് റിപ്പയർ ചെയ്ത ആളാണ് രുദ്രദമൻ. രുദ്രദമൻ ഷാഗാ റൂളറാണ്. അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ് ജുനാഗഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ സുദർശന ലേക്കിന്റെ പ്രത്യേകത എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. മൗര്യൻസിന്റെ കാലഘട്ടത്തിൽ പണിഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. എവിടെയാണ് വരുന്നത്? ജുനാഗഡ്, ഗുജറാത്തിലെ ജുനാഗഡിലാണ് വരുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലെ രാജാക്കന്മാരും എന്താണ് അത് റിപ്പയർ ചെയ്ത് പോയിരുന്നു. ഇതിനു മുമ്പ് വരുന്ന പ്രൊമിനന്റ് ആയിട്ടുള്ള രാജാവാരാണ്? ഷാഗാ രാജവംശത്തിൽ വരുന്ന രുദ്രദമനാണ്. അത് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഗുപ്ത ഡൈനാസ്റ്റിയിൽ ആരാണ് വരുന്നത്? സ്കന്ദഗുപ്തയാണ്. ഈ ഒരു സ്കന്ദഗുപ്തയുടെ മരണത്തിന് ശേഷം എന്താണ് മൊത്തത്തിൽ ഗുപ്ത എംപയർ തകർന്നടിയുകയാണ്. പിന്നീട് വരുന്ന എല്ലാം വീക്ക് റൂളേഴ്സ് ആണ്. അപ്പൊ അവർക്ക് എന്താണ് ഈ ഒരു മറ്റേ ട്രൈബിനെ ഫോർട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല. എക്കണോമിക്കലി ഇവരെന്താണ് ഇംബാലൻസ് ആവുന്നു. അപ്പൊ ജോഗ്രഫിക്കലി ഇവരെന്താണ് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ രാജവംശങ്ങളായിട്ട് മാറുന്നു. പിന്നീട് വരുന്ന ഗുപ്ത കിങ്സിന്റെ പേരുകളാണ് ബുദ്ധഗുപ്ത, വൈന്യഗുപ്ത, ഭാനുഗുപ്ത, നരസിംഹഗുപ്ത, ബാലാദിത്യ, കുമാരഗുപ്ത ടു വിഷ്ണുഗുപ്ത. അപ്പൊ കുറെ രാജാക്കന്മാർ വരുന്നുണ്ടെങ്കിലും ഇവരൊക്കെ എന്താണ് പഴയ പോലത്തെ രാജാക്കന്മാർ അത്രയും സ്ട്രോങ് അല്ല. വീക്സ് എക്സസൈസ്. നിങ്ങൾക്കറിയാം ഏതാണോ ആ ഒരു രാജാവ് എത്രയും സ്ട്രോങ് ആണോ അതനുസരിച്ചായിരിക്കും ആ എംപയറിന്റെ സ്ട്രെങ്ത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ എംപയറിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേനും എന്താണ് ഇവരും വീക്ക് ആയിക്കൊണ്ടിരുന്നു. ഗുപ്ത മൊത്തത്തിൽ നശിച്ചു. അങ്ങനെ നമ്മൾ എടുത്തു പറയത്തക്ക പോലത്തെ അവസാനത്തെ ഗുപ്ത റൂളർ, ലാസ്റ്റ് നോൺ ഗുപ്ത റൂളർ എന്ന് പറയുന്നത് വിഷ്ണുഗുപ്തയാണ്. വിഷ്ണുഗുപ്ത അവസാനത്തെ അറിയപ്പെടുന്ന എന്താണ് ഗുപ്ത രാജാവ് വിഷ്ണുഗുപ്ത. നമുക്കിതിൽ ചോദിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞതാണ് ലാസ്റ്റ് മൗര്യൻ. നമ്മൾ മൗര്യൻ സാമ്രാജ്യം പഠിച്ചപ്പോൾ SSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലാസ്റ്റ് മൗര്യൻ റൂളർ ആരാണ്? ലാസ്റ്റ് മൗര്യൻ റൂളർ ആരായിരുന്നു? ഓർമ്മയുണ്ടോ? അന്ന് കുറേ തവണ പറഞ്ഞാണ്. എനിക്കൊന്ന് ആ PYQ സെഷനിൽ നമ്മൾ ആഡ് ചെയ്തതാണ്. ലാസ്റ്റ് മൗര്യൻ റൂളർ ആരാണ്? മൗര്യനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്താണ് റൂളർ ആരാണ് ലാസ്റ്റ്? ബൃഹദ്രഥയാണ്. ബൃഹദ്രഥ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഗം കറക്റ്റ് പഠിച്ചു. അതിൽ നിങ്ങൾക്ക് നല്ലൊരു ബേസ് ഉണ്ടെന്നാൽ ഇൻ കേസ് നിങ്ങൾക്ക് അത് റീകോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് മൗര്യ റൂളർ ബൃഹദ്രഥയാണ്. അവസാനത്തെ ഗുപ്ത രാജാവ് എന്ന് പറയുന്ന ആരാണ്? വിഷ്ണുഗുപ്തയാണ്. ആ രണ്ട് പേരിൽ ഓർക്കുക. അപ്പൊ ഗുപ്ത ഡൈനാസ്റ്റിയുടെ ഒന്ന് രണ്ട് ഫാക്ച്വൽ അപ്പൊ രാജാക്കന്മാരെ പറ്റിയും ആ രാജാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഫാക്ച്വൽ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇതല്ലാതെ എക്സ്ട്രാ ഗുപ്ത ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ്. അപ്പൊ അടുത്ത് വരുന്നത് ഈ ഒരു രാജവംശം എന്താണ് ഞാൻ പറഞ്ഞത് സ്കന്ദഗുപ്തയുടെ കാലത്തിന് ശേഷം ഇത് പല കാരണങ്ങൾ കൊണ്ട് എന്താണ് നശിച്ചു. അതിൽ മെയിൻ കാരണം എന്ന് പറയുന്നത് ഹൂന ഇൻവേഷൻ ആണ്. കാരണം സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വരുന്ന ഒരു ട്രൈബുമായിട്ട് ഇവർ തമ്മിൽ എന്താണ് യുദ്ധങ്ങൾ നടക്കുകയും ആ യുദ്ധത്തിലാണല്ലേ കുമാരഗുപ്തൻ പോലും മരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്കന്ദഗുപ്തയ്ക്ക് ശേഷം മൊത്തം വീക്ക് റൂളേഴ്സ് ആയിരുന്നു. വീക്ക് റൂളേഴ്സ് വന്നപ്പോൾ അവർക്ക് എന്താണ് ആ ഒരു സൊസൈറ്റി പിടിച്ചാൽ ഒരു എക്കണോമിക് ബാലൻസ് കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്താണ് എക്കണോമിക് ഇഷ്യൂസ് ഉണ്ടാവുന്നു. ആ എക്കണോമിക് ഇഷ്യൂസ് കാരണം ഈ ഒരു മൊത്തം വലിയൊരു ജോഗ്രഫിയിൽ നമ്മൾ ആദ്യം മാപ്പിൽ കണ്ടപ്പോൾ നല്ല വലിയൊരു കിങ്ഡം അല്ലായിരുന്നു. ആ കിങ്ഡം എന്താണ് ഫ്രാഗ്മെന്റ് ചെയ്ത് ചെറിയ ചെറിയ കിങ്ഡംസ് ആയിട്ട് മാറുന്നത്. അതായത് മഗധയിൽ
ഇന്ത്യയിൽ മാത്രം ചെറിയൊരു എംപയർ, ചെറിയൊരു കിങ്ഡം ആയിട്ട് ഗുപ്ത ഒതുങ്ങുന്നു. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് ഹൂന ഇൻവേഷൻസ് ആണ്, വീക്ക് റൂളേഴ്സ് ആണ്, അതുവഴി വന്ന എക്കണോമിക് ഇഷ്യൂസും ജോഗ്രഫിക്കൽ ഫ്രാഗ്മെന്റേഷൻ ആണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഗുപ്ത രാജാക്കന്മാരെന്ത് തകർന്നടി. അപ്പോൾ ഗുപ്ത രാജാക്കന്മാരിൽ നിന്ന് വരുന്ന ഫാക്ച്വൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതല്ലാതെ ഇവരുടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്ന് നോക്കാം. അതിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്ത് നമുക്കറിയാം. ഇന്ന് നമുക്ക് എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതിനെ ഹെഡായിക്ക് പ്രൈം മിനിസ്റ്റർ, അവരെന്താണ് അഡ്വൈസ് കൊടുക്കുന്ന പ്രസിഡന്റ്. അതുപോലെ ആ സമയത്ത് ഉണ്ടായിരുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് പറയുന്നതാണ് മന്ത്രി പരിഷത്ത്. ആ ടേംസ് ആണ് മന്ത്രി പരിഷത്ത്. ഹൈ റാങ്കിങ്, അതായത് സിവിൽ സർവീസ് പോലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ലീഡ് ചെയ്യുന്ന ഓഫീസേഴ്സിന് നമ്മൾ പറയുന്നതാണ് കുമാരമത്യ. ഇനി എന്താണ് ഹൈ റാങ്ക് ഓഫീസർ, അതായത് ജുഡീഷ്യൽ റാങ്കിങ്ങിൽ ഒരു ജഡ്ജ് പോലത്തെ കാര്യങ്ങളൊക്കെ വിധികളൊക്കെ എഴുതുന്ന ആളുകളാണ്, ദണ്ഡനം കൊടുക്കുന്ന ആളുകൾ, ശിക്ഷ കൊടുക്കുന്ന ആളാണ് മഹാദണ്ഡനായിക. ഇനി ഓരോ പ്രൊവിൻസിലും ഇവർ ഓരോ ഗവർണേഴ്സിനെ വിടും. ആ ഒരു ഗവർണേഴ്സിന്റെ പേരാണ് ഉപാരിക. ജസ്റ്റ് ടേംസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവർക്ക് മെയിൻ ആയിട്ട് ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്നതിലായിരുന്നു ഗുപ്താസ് ഭയങ്കര, മൊത്തം അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുകയാണ്, കുറെ ലാൻഡ് ഗ്രാൻസ് കൊടുക്കും. അപ്പോൾ ഇവര് ഏതൊക്കെ ടൈപ്പിലുള്ള ലാൻഡുകളാണ്, എങ്ങനെയുള്ള ലാൻഡ് ഗ്രാൻസ് ആണ് കൊടുക്കുന്നത്? ഒന്ന് റിലീജിയസ് ഗ്രാൻഡ്, അതായത് എന്താ റിലീജിയൻ പരമായി ലാൻഡ് ഗ്രാൻസ് കൊടുക്കുമ്പോൾ എല്ലാ ലാൻഡ് ഗ്രാൻസും കിട്ടുന്ന ആദ്യത്തെ എന്താണ് നമ്മുടെ ചതുർവർണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബ്രാഹ്മിൻസ് ആണ്. രണ്ടാമത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഇവർ ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്നതെങ്കിൽ അത് ആർക്കാണ്? ടെമ്പിൾസ്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്? ടെമ്പിൾസ് ആയിരിക്കും. അപ്പോൾ ലാൻഡ് ഗ്രാൻസ് ആർക്കാണ് കൊടുക്കുന്നത്? ടെമ്പിൾസിന്. മൂന്നാമത്തെ സെക്യുലർ റീസൺസിന്. സെക്യുലർ റീസൺസിനായിട്ട് എന്താണ്? സെക്യുലർ ആയത് മതപരമല്ലാത്ത കാര്യങ്ങൾക്ക് ഇവർ ലാൻഡ് കൊടുക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും? ഓഫീസേഴ്സിന്, മിലിറ്ററി കമാൻഡേഴ്സിന്, ഇവർക്കായിരിക്കും ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കാൻ പറഞ്ഞാൽ ഇവരുടെ കാലഘട്ടത്തിൽ എന്താണ് ലാൻഡ് 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഖില, ക്ഷേത്രഭൂമി, വാസ്തുഭൂമി, ചരാഗത്, അപ്രഹാദ. അപ്പൊ അതില് ഖില എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റ് ലാൻഡ്. വേസ്റ്റ് ലാൻഡിനുള്ള ടൈറ്റിൽ എന്താണ്? ഖില ആണ്. ഇനി കൾട്ടിവബിൾ, നമ്മൾ അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റുന്ന ലാൻഡിനെ നമ്മൾ എന്താ പറയുന്നത്? ക്ഷേത്രഭൂമി എന്ന് പറയും. ഹാബിറ്റബിൾ, നമുക്ക് താമസിക്കാൻ പറ്റും. നമ്മൾ താമസിക്കുമ്പോൾ ആദ്യം എന്താ നോക്കുന്നത്? വാസ്തു നോക്കും അല്ലേ? അപ്പൊ താമസിക്കാൻ പറ്റുന്ന സ്ഥലത്തെ നമ്മൾ വാസ്തുഭൂമി എന്ന് പറയും. പാസ്ചർ ലാൻഡ്. പാസ്ചർ ലാൻഡ് എന്താണ്? പുൽമേടുകളാണ്. അപ്പൊ പുൽമേടുകളെ നമ്മൾ എന്ത് പറയും? ചരാഗം എന്ന് പറയും. ഫോറസ്റ്റ് റീജിയനെ നമ്മൾ എന്താണ് പറയുന്നത്? അപ്രഹാദ. അപ്പൊ ലാൻഡ് കുറച്ച് എന്താണ് ഗുപ്ത എംപയറിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. കാരണം ഒരു സൈഡിൽ എന്താണ് അവർ ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്നുണ്ട്, 3 രീതിയിലുള്ള ലാൻഡ് ഗ്രാൻസ് ആണ് കൊടുക്കുന്നത്. മറ്റേ സൈഡിൽ എന്താണ് ലാൻഡിനെ 5 ആയിട്ട്, എന്തിനാണോ ആ ലാൻഡ് ഉപയോഗിക്കുന്നത് അതിന്റെ ബേസിൽ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഖില, ക്ഷേത്രഭൂമി, വാസ്തുഭൂമി, ചരാഗ, അപ്രഹാദ. അടുത്ത വരുന്നത് ടാക്സസ് ആണ്. ഇത് ഡയറക്റ്റ് ഫാക്ചർ ആണ്. പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? കിങ്ങിന് നമ്മൾ എന്താണ് ആ ഒരു സമയത്ത് അറിയാം, കിങ്ങിന് കാഴ്ച വെക്കുക അല്ലേ? അപ്പൊ നമ്മൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അതിന്റെ ഒരു ഭാഗം രാജാവിന് കൊടുക്കുന്നതിന് നമ്മൾ ഭാഗം എന്നാണ് പറയുന്നത്. അതായത് ജനറൽ ആയിട്ട് രാജാവിന് കാഴ്ച വെക്കുന്നതാണ് ഭോഗ. ഇനി എന്താണ്? സ്പെഷ്യൽ പ്രൊഡ്യൂസ്, അതിന് മേലുള്ള ടാക്സുകളാണ് ഹിരണ്യ. ഇറിഗേഷൻ ടാക്സ് ആണ് ബേഡക് ഭോഗ്. പോലീസ് ടാക്സ് ഭാട്ട. ഗ്രേസിംഗ് ടാക്സ് എന്താ? ചരസേന. സെക്യൂരിറ്റി ടാക്സ് എന്താണ്? ചാർട്ട്. ഇത് ചിലപ്പോൾ എന്താണ് ആ ഒരു ടേം വന്നിട്ട് ഏത് ടാക്സ് ആണെന്ന് ചോദിക്കുക. അത് വളരെ ഷിഫ്റ്റ് ഒക്കെ ടഫ് ആണെങ്കിൽ ഈ രീതിയിൽ ടേംസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരും. ഇല്ലെങ്കിൽ നോർമലി മോഡറേറ്റ് ടു ഈസി ഷിഫ്റ്റ് ആണെങ്കിൽ കൂടുതലും രാജാക്കന്മാരുടെ ടൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. അത്രയും ടഫ് ആണെങ്കിൽ മാത്രമേ ഇത് ചോദിക്കാറുള്ളൂ. ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് നോട്ട് ചെയ്തേക്കാം. പേരുകൾ കേട്ടാൽ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 1-2 എണ്ണം കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് എത്താൻ പറ്റും. ഓക്കെ, ഇനി ഗുപ്ത ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ നോക്കുകയാണ്. ആർട്ടും കൾച്ചറും കുറെ പ്രൊമോട്ട് ചെയ്തൊരു രാജവംശമാണ്. അപ്പൊ അവര് വരുന്നതാണ് ദിയോഗറിൽ, എല്ലാം UP-യിൽ. ഇത് രണ്ടും UP ബീഹാർ റീജിയനിൽ വരുന്ന ടെമ്പിൾസ് ആണ്. വിഷ്ണു ടെമ്പിളും ബിട്ടാർ ഗാവണിലെ ഒരു ബ്രിക് ടെമ്പിളും. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന പെയിന്റിങ്സ് ആണ് അജന്ത കേവ്സ്. നിങ്ങൾ അജന്ത എലോറ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അജന്ത കേവ്സ്, ഉദയഗിരി കേവ്സ്. ഇവിടെ വരുന്ന പെയിന്റിങ്സ് ഒക്കെ ആരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണെന്ന് കരുതപ്പെടുന്നത് ഗുപ്ത രാജവംശത്തിന്റെ. അപ്പൊ അജന്ത പെയിന്റിങ്സും എലോറ കേവ്സിലെ പെയിന്റിങ്സും ഒക്കെ ഏതാണ്? ഗുപ്ത കാലഘട്ടത്തിലുള്ളതുകൊണ്ട് അതിനെ നമ്മൾ ഏതിന്റെ അണ്ടറിലാണ് പഠിക്കുന്നത്? ഗുപ്ത ആർട്ട് ആൻഡ് കൾച്ചർ. അപ്പൊ അതിലൊരു 2 പോയിന്റ്സ് ഉണ്ട് ഇമ്പോർട്ടന്റ്. അതിൽ ആദ്യം വരുന്നതാണ് അജന്ത കേവ്സ്. അജന്ത ഗുഹകൾ. നിങ്ങൾക്കറിയാം അജന്ത ഗുഹകൾ വരുന്നത് മഹാരാഷ്ട്ര. എലോറ ആണെങ്കിലും മഹാരാഷ്ട്രയാണ്. മെയിൻ നമുക്ക് ചോദിക്കുന്നത് അജന്ത കേവ്സ് വരുന്നത് ഒരു സീ ഷേപ്പ്, ഒരു നദിയുടെ തീരത്താണ്. ഏതാണ് ആ നദി? വഘോര റിവർ ആണ്.
വഘോര റിവർ. അജന്ത കേവ്സ് വരുന്നത് വഘോര റിവറിലാണ്. പിന്നീട് നമുക്കൊരു ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അജന്തയിൽ എത്ര ഗുഹകളാണ് ഉണ്ടായിരുന്നത്? 29 ഗുഹകൾ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് അജന്തയുടെ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് അജന്തയുടെ ഒരു പിക്ചർ വരുന്നത്. ഇതാണ് ഓരോ ഗുഹകൾ കൊടുത്തേക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഒരു 29 ഗുഹകളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഓക്കെ, ആ 29 ഗുഹകളും മെയിനായിട്ട് എന്താണ്, ബുദ്ധിസം റിലേറ്റ് ചെയ്തിട്ടാണ്. അതിൽ 25 വിഹാരാസും 4 ചൈത്യാസും. ഇപ്പോൾ ബുദ്ധിസം പഠിച്ചപ്പോൾ നമ്മൾ വിഹാരാസും ചൈത്യാസും എന്താന്ന് നോക്കിയല്ലേ. വിഹാരാസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ബുദ്ധിസ്റ്റ് മോങ്സ് താമസിക്കുന്ന സ്ഥലം, അതായത് അവരുടെ റെസിഡൻസ് ആണ്. ചൈത്യാസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ബുദ്ധിസ്റ്റ് മോങ്സിന്റെ പ്രെയർ ഹോൾസ് ആണ്. അപ്പോൾ 29 ഡിവൈഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, ഇവരുടെ റെസിഡൻസും പ്രെയർ ഹോൾസും. നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം എന്താണ്, അജന്ത കേവ്സ് ഏത് നദിയുടെ തീരത്താണ്? വഘോര റിവറിന്റെ തീരത്താണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ 1st സെഞ്ചുറി 5th സെഞ്ചുറി BC-യിൽ ഉണ്ടായിരുന്ന പെയിന്റിങ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവൈവിങ് എവിഡൻസ്, ഇപ്പോഴും ഉള്ള ഒരു എവിഡൻസ് ആണ് എന്ത്, അജന്ത കേവ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കേവിന്റെ അകത്തുള്ള പെയിന്റിങ്സ് മ്യൂറൽ പെയിന്റിങ്സ് ആണ് വരുന്നത്. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പെയിന്റിങ്സ് ആണ് ഫ്ലൈയിങ് അപ്സര, മ്യൂറൽ പെയിന്റിങ്സ്, പത്മപാണി ഫ്ലൈയിങ് അപ്സരയൊക്കെ ഏത് കേവ് റിലേറ്റ് ചെയ്താന്ന് ചോദിച്ചാൽ എന്താണ്, അജന്ത കേവ്സ്. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ലാത്തതുകൊണ്ട് ഡീപ് ഡൗൺ ഓരോ പെയിന്റിങ്സിനെ പറ്റിയും ഡീപ് ഡൗൺ പഠിക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഫ്ലൈയിങ് അപ്സര ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയാൻ പറ്റണം, അജന്ത കേവ്സ് ആണ്. അജന്ത കേവ്സ് എവിടെയാണ്, മഹാരാഷ്ട്ര എന്ന് പറയാൻ പറ്റണം. ഏത് നദിയുടെ തീരത്താണ്, വഘോര നദി. എത്ര ഗുഹകളാണ് അവിടെ ഉള്ളത്, 29. ഇതാണ് അജന്ത കേവ്സ് വരുന്നത്. കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്ത വരുന്നത് എലോറ കേവ്സും എവിടെയാണ്, മഹാരാഷ്ട്രയിൽ തന്നെയാണ്. ഏകദേശം അജന്തയുടെ അടുത്തുനിന്ന് 100 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് എന്ത് വരുന്നത്, എലോറ കേവ്സ് വരുന്നത്. 34 കേവുകളാണ് വരുന്നത്, 34. അജന്തയിൽ 29 ആയിരുന്നെങ്കിൽ എലോറയിൽ എത്രയാണ്, 34. അതിൽ ബുദ്ധിസ്റ്റ് കാണും. അജന്തയിൽ കൂടുതലും ബുദ്ധിസ്റ്റ് ആയിരുന്നു. ഇവിടെ ബുദ്ധിസ്റ്റും ബ്രാഹ്മണിക്കലും ജെയിൻ കേവുകളും വരുന്നുണ്ട്. ഉദയഗിരി കേവ്സിലൊക്കെ ജെയിൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ബുദ്ധിസ്റ്റ് കേവുകൾ മാത്രമല്ല ബ്രാഹ്മണിക്കൽ കേവ്സും ജെയിൻ കേവ്സും വരുന്നുണ്ട്. അതിലെ കേവ് നമ്പർ, അതായത് കേവ്സിന് ഇങ്ങനെ നമ്പർ കാണും, കേവ് 1 2 3 4 അപ് ടു എത്രയാണ്, 34 വരെ. അതിലെ 16ാമത്തെ കേവിൽ എന്താണ്, ഒരു റോക്കറ്റ് ടെമ്പിൾ ഉണ്ട്, നോൺ എസ് കൈലാഷ് ലേനി എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഉണ്ട്. അതെന്താണ്, ഒറ്റ സ്റ്റോണിൽ നിന്ന്, ഒറ്റ ഒരു പാറയിൽ നിന്ന് കാർവ് ചെയ്തെടുത്തതെന്നാണ് എന്താണ് ശില്പകാരന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് ഒരു കേവ്സിന്റെ ഇമ്പോർട്ടൻസ്. ഇതറിഞ്ഞാൽ മതി. എലോറ വരുന്നത് എവിടെയാണ്, മഹാരാഷ്ട്രയിലാണ്. എത്ര കേവ്സ് ആണുള്ളത്, 34 കേവ്സ് ആണ്. ആരുടെ കാലഘട്ടത്തിലാണ് പണിതത്, ഗുപ്ത രാജാക്കന്മാരുടെയാണ്. ആ കേവ്സിൽ എന്തൊക്കെയാണ്, ബുദ്ധിസ്റ്റും ബ്രാഹ്മണിക്കലും ജെയിൻ എലമെന്റ്സും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എന്ത്, എലോറ കേവ്സ് വരുന്നത്. കുറച്ചുകൂടെ അജന്ത വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൊത്തുപണികൾ കൂടുതലുണ്ട്. അടുത്ത വരുന്നത് എലിഫന്ത കേവ്സും ബാഗ് കേവ്സും ആണ്. അതായത് ഈ ഒരു സമയത്തുണ്ടായിരുന്ന ഇമ്പോർട്ടൻറ്റ് പെയിന്റിങ്സ് വരുന്ന കേവുകൾ. അതിൽ എലിഫന്ത കേവ്സ് വരുന്നത് മുംബൈയിലാണ്. ഒറിജിനലി ബുദ്ധിസ്റ്റ് സൈറ്റ് ആയിരുന്നു. പിന്നീട് എന്താണ്, ഷൈവൈറ്റ്, ശിവന്റെ ഒരു ഫോളോവേഴ്സിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ അതിൽ കാണാൻ പറ്റും. എന്താണ്, എലോറയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു കേവാണെന്ന് വിശ്വസിച്ച് പോരുന്നു. ഇതല്ലാതെ ബാഗ് കേവ്സ് വരുന്നതാണ് മധ്യപ്രദേശിൽ. അവിടെ എന്താണ് 9 സാൻഡ്സ്റ്റോൺ ബുദ്ധിസ്റ്റ് കേവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ്, ബ്യൂട്ടിഫുൾ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കേസൊക്കെ നിങ്ങൾ ജസ്റ്റ് പേരുകൾ ഡിനോട്ട് ചെയ്താൽ മതി. അതായത് പേരുകൾ ഗുപ്ത ടെമ്പിൾ, അല്ലെങ്കിൽ നമ്മൾ മൗര്യൻ പഠിച്ചപ്പോൾ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ എന്താണ്, മൗര്യന്റെ ഇമ്പോർട്ടൻറ്റ് റൂളറായ അശോകൻ പണിത സ്തൂപ പില്ലർ അതൊക്കെ കണ്ടായിരുന്നല്ലേ. അതുപോലെ ഗുപ്ത വരുമ്പോൾ എന്താണ്, കേവിലെ പെയിന്റിങ്സ് ആണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അജന്ത കേവ്സ് നോക്കി, എലോറ കേവ്സ് നോക്കി, പിന്നെ ഏതൊക്കെയുണ്ട്, എലിഫന്ത കേവ്സ് ഉണ്ട്, ബാഗ് കേവ്സ്. ആ പേരുകളൊന്ന് പരിചയപ്പെട്ടിരിക്കണം. അപ്പോൾ ഇതാണ് എലിഫന്ത കേവ്സ്. എല്ലാം ഗുഹകളാണ്. എലിഫന്ത കേവ്സ് വരുന്നത്. അടുത്ത ഇതാണ് എന്ത്, ബാഗ് കേവ്സ് വരുന്നത്. അപ്പോൾ ഈ കേവ്സിന്റെ അകത്തുള്ള കണ്ടന്റ് ചിലപ്പോൾ എന്താണ്, ഇതുപോലെ കൊത്തുപണികളും കാര്യങ്ങളും ശില്പങ്ങളും ഒക്കെ ആയിരിക്കും. ഓക്കെ, അത്രയാണ്. അപ്പോൾ നമുക്ക് ഏതിനെ പറ്റിയുള്ളത്, ഗുപ്ത ഡൈനാസ്റ്റിയെ പറ്റിയുള്ളത്. അപ്പോൾ ഗുപ്ത ഡൈനാസ്റ്റിയെ പറ്റി എന്താണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് എന്താണ്, ഏകദേശം ഏത് BC-യിലാണ് വരുന്നത്, 300 BC ആണ് വരുന്നത്. അപ്പം എന്താണ്, ആ ഒരു ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ 300 AD ആണ്. അതായത് ഗുപ്ത വരുന്നത് ഏത് സമയത്താണ്, AD 300 AD മുതൽ 600 ADക്ക് ഇടയിലാണ് എന്ത്, ഗുപ്ത ഡൈനാസ്റ്റിയുടെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത്. പിന്നെ 600 AD-യിൽ എന്താണ് വരുന്നത്, 600 AD-യിൽ പോസ്റ്റ് ഗുപ്ത അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഡൈനാസ്റ്റിയിൽ നമുക്ക് എൻഷ്യന് നിർത്തണമെങ്കിൽ നമ്മൾ ഏത് ഡൈനാസ്റ്റിയാണ് നോക്കുന്നത്, ഹർഷവർദ്ധന ഡൈനാസ്റ്റി.
ഹർഷവർദ്ധന ഡൈനാസ്റ്റി. ആക്ച്വലി ആ ഡൈനാസ്റ്റിയുടെ പേര് പുഷ്യഭൂതി ഡൈനാസ്റ്റി എന്നാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ് ആര്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജാവാണ് ഹർഷ എന്ന് പറയുന്നത്. അതിനുശേഷം ഹർഷ വന്നതിന് ശേഷം ആ ഒരു ഡൈനാസ്റ്റിയെ അദ്ദേഹത്തിന്റെ പേരിലും അറിയപ്പെട്ടിരുന്നു എന്ത്? ഹർഷവർദ്ധന ഡൈനാസ്റ്റി. അപ്പൊ ഗുപ്ത എംപയറിൽ ചോദ്യങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ രാജാക്കന്മാരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ ടൈറ്റിലുകൾ, അവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ടൈറ്റിൽ, ഇപ്പൊ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ സമുദ്രഗുപ്തയാണ്, അതുപോലെ എന്തെങ്കിലും ടൈറ്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻറ്റ് പെയിന്റിങ്സോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം എന്താണ് നമ്മൾ നവരത്നാസ് പറഞ്ഞല്ലേ, നവരത്നാസ് ആരുടെ കൊട്ടാരത്തിലായിരുന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് എന്ത് ഗുപ്ത ഡൈനാസ്റ്റിയിൽ ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഇൻസ്ക്രിപ്ഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പ്രയാഗ് പ്രശസ്തി ആരുടെയാണ്? സമുദ്രഗുപ്തയുടെയാണ്. അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ്, ഇപ്പം എന്താണ് വിക്രമാദിത്യ എന്ന ടൈറ്റിൽ ചന്ദ്രഗുപ്ത 2 കിട്ടിയത് ആരെ തോൽപ്പിച്ചതിന് ശേഷമാണ്? ഷാഗ റൂളറായ രുദ്രസിംഹ 3യെ തോൽപ്പിച്ചിട്ടാണ്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ക്ലബ് ചെയ്ത് വെക്കുക. ആ ഫാക്ച്വലായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും ഒറ്റ കഥയായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് ആ ഫാക്റ്റുകൾ അതിൽ ഉൾപ്പെടുത്തി ബേസ് പഠിച്ച് ശരിയാക്കി വെക്കുക. പിന്നീട് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുന്നത് ആഡ് ചെയ്ത് പഠിച്ച് പോവുക. പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ ലാസ്റ്റ് ഭാഗമാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇനി പറയാൻ പോകുന്നത്. ഏതാണ്? പുഷ്യഭൂതി ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഏതാണ്? ഹർഷവർദ്ധന ഡൈനാസ്റ്റി. അറൗണ്ട് 600 AD. 600 AD. നിങ്ങൾക്കറിയാം ഏൻഷ്യന്റ് ഇന്ത്യ നിൽക്കുന്നത് എന്താണ്? നമ്മൾ ആദിമ മനുഷ്യരുടെ കാലഘട്ടം തൊട്ട് ഏകദേശം 7th സെഞ്ചുറി, അതായത് 601 തൊട്ട് 700 AD ഇടയിലാണ് ഏത് പറയുന്നത്? ഏൻഷ്യന്റ് ഇന്ത്യ പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് വരുന്നത് 8th സെഞ്ചുറി AD മുതൽ ഏതാണ്? മിഡീവൽ ഇന്ത്യ ആണ്. അപ്പൊ മിഡീവൽ ഇന്ത്യ, അറബ് ഇൻവേഷൻസ്, ഡൽഹി സൽത്തനേറ്റ്, മുഗൾ എംപയർ, അതായിരിക്കും അടുത്തൊരു പാർട്ടായിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഫാക്ച്വലായിട്ട് ചോദ്യം ചോദിക്കുന്ന കഥകളിലേക്കൊന്നും നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല. ചോദ്യങ്ങൾ വരുന്ന ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇതിൽ മെയിനായിട്ട് വരുന്ന രാജാവ് ആരാണ്? ഹർഷവർദ്ധനയാണ്. പുഷ്യഭൂതി ഫാമിലിയിൽ വരുന്നത്. അദ്ദേഹം ആരുടെ മകനായിരുന്നു? പ്രഭാകർ വർദ്ധനയുടെ മകനായിരുന്നു. ആക്ച്വലി ഇവർ ബേസ് എവിടെയായിരുന്നു? താനേശ്വർ, ഹരിയാനയിലുള്ള താനേശ്വർ ആയിരുന്നു. പിന്നീട് ആ ഒരു കിങ്ഡം വളർന്നതും പിന്നെ അതെന്താണ് അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസും കാരണം ഇവർ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു? കനൗജ് വരുന്നത് UP വരുന്നതാണ്. കനൗജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യം, ഇപ്പോൾ ഓരോ ഭാഗത്തെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഈ ഹർഷവർദ്ധനെ ചാലൂക്യൻ രാജാവായ പുലകേശിൻ II തോൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഹർഷവർദ്ധന ഒരു രാജാവുമായിട്ട് തോറ്റിട്ടുണ്ട്. ആരാണത്? ചാലൂക്യൻ രാജാവായ പുലകേശിൻ II ആണ്. എവിടെ വെച്ചാണ്? നർമ്മദാ നദിയുടെ തീരത്ത് 620 AD. ഇതൊരു ഇൻസ്ക്രിപ്ഷനിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത PPT നോക്കും, ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ. അപ്പൊ ഹർഷയുടെ കാലഘട്ടത്തിലെ ഇമ്പോർട്ടൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു 2 ചൈനീസ് ട്രാവലേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ഫാഹിയാനും രണ്ടാമത്തെ ആരാണ്? ഹുയാൻസാങ്. ഫാഹിയാൻ ആരുടെ കൊട്ടാരത്തിലാണ് വന്നത്? വിക്രമാദിത്യനെ. ആ ഒരു പോയിന്റിൽ തന്നെ ഞാൻ പറഞ്ഞു ഹുയാൻസാങ് ആരുടെ കൊട്ടാരത്തിലാണ് വരാൻ പോകുന്നത്? ഹർഷവർദ്ധന. അപ്പൊ ചോദിക്കുന്നതാണ് ഹുയാൻസാങ്. H വെച്ച് തുടങ്ങുന്നത് ഹുയാൻസാങ് ആരുടെ കൊട്ടാരത്തിൽ വന്നു? H വെച്ച് തുടങ്ങുന്നത് ഹർഷവർദ്ധനയുടെ കൊട്ടാരത്തിൽ തന്നെ വന്നു. അപ്പോൾ ഹുയാൻസാങ് വരികയും അദ്ദേഹത്തിന് വേണ്ടി ഹുയാൻസാങ്ങിനെ എന്താണ് റെസ്പെക്ട് ചെയ്യാൻ അദ്ദേഹം വലിയൊരു അസംബ്ലി, കനൗജ് അസംബ്ലി എന്ന് പറയുന്ന അസംബ്ലി ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലെ ഇമ്പോർട്ടന്റ് കോർട്ട് പോയറ്റ് എന്ന് പറയുന്നത് ബാണഭട്ടയാണ്. ബാണഭട്ട, അതായത് ഹർഷവർദ്ധനയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് കോർട്ട് പോയറ്റ് ബാണഭട്ടയാണ്. അദ്ദേഹമാണ് ഹർഷചരിത എഴുതിയത്. അപ്പൊ ഹർഷചരിത ആരാണ് റൈറ്റ് ചെയ്തത്? ഹർഷചരിതയുടെ ഓതർ എന്ന് പറയുന്നത്, ഹർഷചരിത എന്ന് പറയുമ്പോൾ അറിയില്ല, ഹർഷയുടെ ജീവിതത്തിനെ പറ്റി എഴുതിയ ഒരു ബുക്കാണ്. അപ്പൊ അത് എഴുതുന്ന ആരാണ്? ഹർഷയുടെ കൊട്ടാരത്തിലുള്ള ഒരു കവിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരാണ് ഹർഷചരിത എഴുതിയിരിക്കുന്നത്? ബാണഭട്ട. ഇനി ഇതല്ലാതെ ഹർഷ എന്ന് പറയുന്ന രാജാവ് തന്നെ എന്താണ്? ഹർഷചരിതയും കാദംബരി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതല്ലാതെ ഹർഷ തന്നെ എന്താണ്? 3 വേറെ നാടകങ്ങൾ പോലത്തെ 3 കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതാണ് പ്രിയദർശിക, രത്നാവലി, നാഗനന്ദ. പ്രിയദർശിക, രത്നാവലി, നാഗനന്ദ, ഇത് 3 എഴുതിയത് ആരാണ്? ഹർഷവർദ്ധനയാണ്. ഇതല്ലാതെ ഹർഷയെ ബേസ് ചെയ്തിട്ടുള്ള ഹർഷചരിത എഴുതിയത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ തന്നെ കവിയായ ബാണഭട്ടയാണ്. ഓക്കെ, അപ്പൊ ഹർഷവർദ്ധനായിട്ട് നമുക്ക് മെയിൻ ചോദ്യം വരുന്നത് അദ്ദേഹത്തിന് എന്ത് ടൈറ്റിൽ ഉണ്ടായിരുന്നു? ശിലാദിത്യ. അപ്പൊ ശിലാദിത്യ എന്ന ടൈറ്റിലുള്ള ഒരു രാജാവ് ആരാണ്? ഹർഷവർദ്ധനയാണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ചോദ്യം എന്നാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാലൂക്യൻ റൂളർ തോൽപ്പിക്കുന്നത് പറയുന്നതാണ് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ. കർണാടകയിൽ വരുന്ന ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ. അതിൽ എന്താണ് കണ്ടന്റ്? ഹർഷ ആരാൽ തോൽപ്പിക്കപ്പെട്ടു? പുലകേശിൻ II, ചാലൂക്യ രാജാവായ പുലകേശിൻ II. അപ്പൊ ഹർഷയുടെ എംപയർ ഏകദേശം എന്താണ്? പഞ്ചാബ് മുതൽ ഒറീസ വരെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. നർമ്മദ വാലി വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഡിഫീറ്റ് കിട്ടുന്നത്. ആ ഒരു ഡിഫീറ്റിനെ പറ്റി എഴുതപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് എന്താ?
ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഹർഷവർദ്ധൻ നോക്കുകയാണെങ്കിൽ എല്ലാ റിലീജിയനെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്ത ഒരു ആളാണ്. എല്ലാവർക്കും വേണ്ടിയും എന്താണ് ആ ഒരു സാമ്രാജ്യത്തിന് വേണ്ടി റെസ്റ്റ് ഹൗസസ്, ഹോസ്പിറ്റൽ എല്ലാം പണിത്, അതായത് ഒരു നല്ല രാജാവ് എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ആരും ചെയ്തിട്ടുണ്ട്, ഹർഷവർദ്ധൻ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് വരുന്നതാണ് കനൗജ് അസംബ്ലി. കനൗജ് അസംബ്ലി എന്ന് പറയുന്നത് ഹർഷവർദ്ധൻ എന്താണ് ഹുയാൻ സാങ്ങിനെ ഹോണർ ചെയ്യാൻ കണ്ടക്ട് ചെയ്ത ഒരു അസംബ്ലിയാണ് കനൗജ് അസംബ്ലി. ഓക്കെ, ഇനി ഹർഷവർദ്ധൻ എന്താണ് എല്ലാ റിലീജിയസ് ഫെസ്റ്റിവലും എല്ലാ 5 വർഷം കൂടുമ്പോഴും പ്രയാഗിൽ കണ്ടക്ട് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് ചൈനീസ് എംപറിന്റെ അടുത്ത് ഒരു മിഷണറി ഐക്യം ഉണ്ടായി. അദ്ദേഹത്തിന് എന്താണ് തിരിച്ചു അത് കിട്ടുകയുണ്ടായി. 647 AD ആരും മരിക്കുന്നത്, ഹർഷവർദ്ധന മരിക്കുന്നത്, അല്ലെ ഹർഷ രാജാവ് മരിക്കുന്നത്. അപ്പൊ ഹർഷയിലെ ഡീപ് കഥകളിലേക്കൊന്നും നമ്മൾ പോയില്ല. ഫാക്ച്വൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏകദേശം ഏൻഷ്യൻ ഹിസ്റ്ററിയിലെ ഒരു അവസാനത്തെ ഡൈനാസ്റ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. 600 AD ആണ് ഭരണകാലഘട്ടം. മെയിനായിട്ട് വരുന്നത് ഹർഷവർദ്ധനയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഒരു ചൈനീസ് പിലിഗ്രിം ആരാണ്, ഹുയാൻസാങ് ആണ്. അല്ലാതെ ഒരു ചോദ്യം വരുന്നത് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ. ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ ഹർഷവർദ്ധന ആരുമായിട്ട് തോറ്റതാണ്, ചാലുക്യ കിങ് ആയ പുലകേശിൻ II ആയിട്ട് തോറ്റ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഐഹോൾ ഇൻസ്ക്രിപ്ഷനിൽ വരുന്നത്. ഇതല്ലാതെ ചോദ്യം വരുന്ന ഒരു ഭാഗം എന്താണ്, അദ്ദേഹത്തിനുള്ള ടൈറ്റിലാണ് ശിലാദിത്യ എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇതോടെ നമ്മുടെ എന്താണ് ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ മൊത്തം ടോപ്പിക്സ് നമ്മളിവിടെ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, മിഡീവൽ. മിഡീവൽ വരുന്നത് ഏകദേശം എന്താണ് 8th century AD മുതലാണ്. 8th century AD മുതൽ ഒരു 17th century AD വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്, മിഡീവൽ ഹിസ്റ്ററിക്കകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററിയിലെ ടോപ്പിക്സ് ഞാൻ തുടക്കത്തിൽ നിങ്ങൾക്കൊരു ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ റിവൈസ് ചെയ്യുവാണെങ്കിൽ, നോട്ട് എഴുതി പോകുന്നവരാണെങ്കിൽ ആ ചെക്ക് ലിസ്റ്റ് നോക്കിയാൽ നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, സ്റ്റോൺ ഏജ് കവർ ചെയ്തു, ഇൻഡസ് വാലി കവർ ചെയ്തു, വേദിക് ഏജ്, ജൈനിസം, ബുദ്ധിസം, മഹാജനപദാസ് നമ്മൾ പെട്ടെന്ന് നോക്കി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏതാണ് പ്രീ മൗര്യൻ ഡൈനാസ്റ്റീസ് കവർ ചെയ്തു, മൗര്യൻ എംപയർ കവർ ചെയ്തു. അതിനുശേഷം പോസ്റ്റ് മൗര്യൻ, കണ്ടംപററി ആയിട്ട് സൗത്തിൽ വരുന്ന സംഗമേജ്, ലാസ്റ്റിൽ വരുന്ന എന്താണ് ഗുപ്ത എംപയർ, ഹർഷവർദ്ധന. അപ്പോൾ നമ്മളൊരു ആദ്യത്തെ ഒരു പ്രോമിസ് പോലെ ആ ഒരു സീരീസിൽ വരുന്ന എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു മൊത്തം ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്നെല്ലാം ഇതുവരെ SSCക്കും റെയിൽവേക്കും ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മളൊരു PYQ സീരീസ് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചോ എന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് വരുത്തുക. നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കണ്ടാൽ എന്താണ് ആ ഒരു ടോപ്പിക്ക് തറവാകും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത ഭാഗവും മനസ്സിലാവും. ഏകദേശം ഒരു 7 ക്ലാസ്സിൽ ഏൻഷ്യൻ ഹിസ്റ്ററി നമ്മൾ കവർ ചെയ്തേക്കാണ്. ഇനി അപ്പോൾ ആ ഒരു PYQ സെഷനൂടെ കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു ബ്രേക്കിന് ശേഷം മിഡീവൽ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുക. നിങ്ങൾക്കറിയാം എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ ആണെങ്കിലും NTPC ഒക്കെ അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത CGL ആണെങ്കിലും CHSL ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ അറിഞ്ഞു. അതിൽ CGL ആണ് മാർച്ചിൽ എന്താണ് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതും, എക്സാം എന്താണ് മെയിൽ വരുന്നതും. പിന്നെ ബാക്കി PSCയുടെ ആണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാംസ് ഒരുപാട് വരുന്നുണ്ട്. എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരു GK പോർഷനാണ് ഹിസ്റ്ററി. അപ്പോൾ നിങ്ങൾ എന്നും പഠിക്കാതെ ഒരു തവണ ബേസ് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പിന്നെ എന്താണ് മോക്ക് ചെയ്ത് എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്ത് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഇനിയുള്ള ഈ ഒരു തുടക്ക മാസങ്ങൾ അത്ര എന്താണ് ഉഴപ്പിക്കളയാതെ ജനുവരി ഫെബ്രുവരിയിലേക്ക് എന്താണ് എല്ലാ GK പോർഷൻസും കറക്റ്റായിട്ട് നോക്കുക. ലാസ്റ്റ് മാർച്ച് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ആകുമ്പോഴത്തേനും ഒരു റിവിഷൻ സ്ട്രാറ്റജി ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ഇനി മിഡീവൽ ആയിരിക്കും, അത് ഷെഡ്യൂൾ ചെയ്ത് കാണാം. അതല്ലാതെ ഒരു PYQ സെഷൻ ആയിരിക്കും ഉണ്ടായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.